Good morning, everyone. Welcome to our 24/7 Malayalam channel. This is Rindu Sebastian. Welcome to the Hindu Editorial Analysis of 9th Feb 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് ആർട്ടിക്കിൾസിനെ ഇട്ടും അതുപോലെ തന്നെ ആർട്ടിക്കിൾസിലെ ഇംഗ്ലീഷ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെയിലി സെഷൻ മൺഡേ ടു ഫ്രൈഡേ 9 to 10. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇച്ചിരി താമസിച്ചു, ഇച്ചിരി എന്ന് പറഞ്ഞാൽ കുറച്ചധികം താമസിച്ചു. 7 minutes ഞാനൊന്ന് ലേറ്റായി. ഐം സോ സോറി. ഇന്ന് കുറച്ചധികം ഫ്രേസസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുത്തു. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഐം സോ സോറി ഫോർ ദാറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ടൈം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ സെഷൻ നമ്മൾ മോർണിംഗ് നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ് നടത്താറുണ്ട്. ആൻഡ് സാറ്റർഡേസിൽ നമ്മൾ വീക്ക്ലി എഡിറ്റോറിയൽ ക്വിസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. 9 to 10 തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ ഫ്രേസസ് ആൻഡ് ഇഡിയംസ്, വൺ വേർഡ് അതൊക്കെ നോക്കാം. എന്നിട്ട് സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. അതിനുശേഷം ഡീറ്റെയിൽ ആയ അനാലിസിസ് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ദ ഡേ. എന്നിട്ട് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് നോക്കാം. ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരാം. സോ എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗപ്പെടും കേട്ടോ. UPSC എക്സാംസ് ആയിക്കോട്ടെ, ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, SSC എക്സാംസ്, ഇനിയിപ്പോൾ നിങ്ങളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം വരുന്നില്ലേ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം, ഡിഗ്രി ലെവൽ ഏത് എക്സാമും ആയിക്കോട്ടെ, കേരള PSC എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും, ESIC എക്സാംസിനും, എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആസ് വെൽ as വൊക്കാബ് എല്ലാം നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ് കൂട്ടാം, കോംപ്രിഹെൻഷൻ സ്കിൽസ്. എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് കോമ്പറ്റീവ് എക്സാംസിന് റീഡിംഗ് പാസേജ് RC ഉണ്ട്. അത് ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 15% ഡിസ്കൗണ്ട് ഇപ്പോഴും ഉണ്ട്. ആപ്പ് വഴിയോ അല്ലെങ്കിൽ ada247.com എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് കയറുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, അവിടെ കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആൻഡ് ആപ്പിൻ്റെ പേര് ada247. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയുള്ളൂ. ഏത് കോഴ്സ് എടുക്കുമ്പോഴാണെങ്കിലും, ഏതെങ്കിലും ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോഴാണെങ്കിലും, ഈ ബുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ കോഡ് മറക്കണം. നമ്മളെ Y314 എൻ്റെ കോഡ്. കേരള ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ സെലക്ഷൻ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് വീഡിയോസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് വന്നതിന് സ്ഥിതിക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഓപ്പൺ ആണ് എനിക്ക് തോന്നുന്നു. ഹോപ്പ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. SSCയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും 23-ാം തീയതി. അപ്പോൾ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും, ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ വരിക, ജോയിൻ ചെയ്യുക. വിൽ ബി ദർ ടു ഹെൽപ്പ് യു ഔട്ട്. അപ്പോൾ നമ്മൾ 3 ക്ലാസ്സുകളായിരിക്കും ഡെയിലി പോകുന്നത്. 23-ാം തീയതി തുടങ്ങിയാൽ നമ്മൾ ഏപ്രിൽ 17-നുള്ളിൽ 16-ാം തീയതി കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കും. അതുകൂടാതെ ESICയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15 വരെ ESICക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്, മറക്കണ്ട. UDC MTS സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുണ്ട്. പ്രിലിംസിൻ്റെ ക്രാഷ് ബാച്ചാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. 5-ാം തീയതി തുടങ്ങിയതാണ്. നമ്മൾ കറക്റ്റ് മാർച്ച് 16-ാം തീയതി നമ്മൾ അവസാനിപ്പിക്കും. അതാണ് നമ്മുടെ 1 മാസത്തെ ക്ലാസ്സാണ്. 4 ക്ലാസ്സുകൾ ഡെയിലി പോകുന്നുണ്ട്. അപ്പോൾ കവേർഡായിട്ട് ഇതെല്ലാം പോവുകയും ചെയ്യും. കൂടാതെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ ബാച്ച് വരുന്നുണ്ട്. അത് 16-ാം തീയതിയാണ്. ലോങ് ബാച്ചാണ്, 6 മാസത്തെ ബാച്ചാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡിഗ്രി പ്രിലിംസ് നമുക്ക് പറ്റിയ അബദ്ധമൊക്കെ നമുക്ക് മാറ്റി ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. 6 മാസം ഡെയിലി ക്ലാസ്സുകളില്ല, വീക്ക്ലി 4 ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. ഈവനിങ് ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഡു ഇറ്റ് നൗ, സംടൈംസ് ലേറ്റർ ബിക്കംസ് നെവർ. ഇപ്പം ചെയ്യാനുള്ള ചെയ്തു, പിന്നീടാവട്ടെ. ലേറ്റർ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ ഇറ്റ് ബിക്കംസ് നെവർ. ഒരിക്കലും നമ്മൾ ചെയ്യില്ല. അത് നമ്മളുടെ ഒരു പരിപാടിയാണ്, അല്ലെ? മാറ്റി വെക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഡിലേ ചെയ്യുക എന്നുള്ള കാര്യം. സോ ഐ എം ഡൂയിങ് ഗ്രേറ്റ്. താങ്ക് യു ഫോർ ആസ്കിങ് എബില. നിങ്ങളെല്ലാവരും സെറ്റായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. ആൻഡ് ഹെൽത്ത് നോക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വേറെ ഒരു പരിപാടിക്ക് ഒപ്പിക്കാൻ പോകരുത്. ബി സേഫ് ആൻഡ് സെക്യൂർ, അത് മറക്കരുത് കേട്ടോ. സൗണ്ട് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ക്ലാസ്സിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ടെലിഗ്രാം ID തന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ക്ലാസ് ശ്രദ്ധിക്കണേ. നമ്മുടെ ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകളാണെന്ന ആളാണെങ്കിൽ, സെലക്ഷൻ ബാച്ച് കുട്ടിയാണെങ്കിൽ ഒന്ന് പോയി നോക്കാവോ. ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കൊടുക്കാം. എന്നിട്ട് എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. I'll be there to help you out, no problem കേട്ടോ. ഓക്കെ, സോ I'm doing great. താങ്ക് യു വിനീത, താങ്ക് യു ഫോർ ആസ്കിങ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. നമ്മൾ താമസിപ്പിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അതിനു മുമ്പ് ആർട്ടിക്കിൾ എന്ന് പറയട്ടെ. 2 ആർട്ടിക്കിൾ എന്നുള്ളത്, ഒന്ന് നമ്മുടെ ഫുട്ബോൾ, യൂറോപ്യൻ ഫുട്ബോൾ കപ്പിനെ പറ്റി. നമുക്കറിയാം ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഹരമാണ്, മലയാളികൾക്ക് അടക്കം ഹരമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു ദാറ്റ്, ഫുട്ബോളിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് സോ മച്ച് വിത്ത് ഇഡിയംസ്, ഫ്രേസസ് ഒക്കെ ഉണ്ട്, ഒരുപാട് പുതിയ വേർഡ്സ് ഉണ്ട് അതിൽ. അതുകൊണ്ട് ഗിവ് ഇറ്റ് റീഡ് കേട്ടോ. അത് നമ്മുടെ ടോപ്പിക്കിനേക്കാളും വളരെ ഇമ്പോർട്ടൻറ്റ്. വൊക്കാബ് ഒരുപാടുണ്ട് അതിൽ.
അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വൊക്കാബ് വന്നേക്കുന്നത് ഇന്നത്തെ ആ ആർട്ടിക്കിളാണ്. സോ വെൻ യു ഗെറ്റ് ടൈം ജസ്റ്റ് ഗിവ് ഇറ്റ് എ റീഡ്. അല്ലാതെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നീറ്റ് എക്സാംസിനെ പറ്റിയാണ്. നീറ്റ് എക്സാംസിനെ പറ്റിയുള്ള സുപ്രീം കോടതി ലോ ഒക്കെ ബില്ല് പാസ്സായതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ, ബില്ല് വന്നൊക്കെ അറിയില്ലേ. അപ്പം അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ആർട്ടിക്കിൾ നമ്മൾ വായിക്കാൻ പോകുന്നത് കേട്ടോ. ദാറ്റ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരെണ്ണമാണ്. നമ്മൾ നോക്കാം അല്ലേ. നാഷണൽ എൻട്രൻസ് കം അല്ലേ എക്സാമാണ്. അപ്പോൾ നീറ്റിനെ പറ്റി നമുക്ക് നോക്കാം. എന്താണ് എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാമാണ്, ടെസ്റ്റാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഗോ, അത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. ഇന്നുള്ളതെല്ലാം ഇഡിയമാണ് കൂടുതലും കേട്ടോ. കൂടുതലും ഇഡിയംസ് ആണ്. ഒരു ഫ്രേസൽ വേർബ് എവിടെയുള്ളൂ, ബാക്കി എല്ലാം ഇഡിയമാണ്. സോ ഐ ഗെസ് നമ്മൾ പരിചയമുള്ളതായിരിക്കാം, പക്ഷെ ഓർന്ന് മറന്നു പോയതൊക്കെ ആയിരിക്കാം. ആദ്യത്തെ ബോൾ ഇസ് ഇൻ യുവർ കോട്ട്. ബോള് നിന്റെ കോട്ടിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോൾ ഇസ് ഇൻ യുവർ കോട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലാണ് ഇപ്പോൾ ബോൾ. നിനക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ. എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചു. ഇറ്റ്സ് അപ് ടു യു. ഇത് നമ്മൾ ഇഡിയംസിൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇത് നിന്റെ തീരുമാനമാണ്. യു ക്യാൻ ഡിസൈഡ് വാട്ട് ടു ഡു. അതാണ് ഈ ബോൾ ഇസ് ഇൻ യുവർ കോട്ട് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് ത്രോ ഡൗൺ എ ഗോൺട്ട്ലെറ്റ്. ത്രോ ഡൗൺ എ ഗോൺട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ എ ചാലഞ്ച്. വാ, നീ ധൈര്യം ഉണ്ട് വാടാ, എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വാ. യു ആർ കോളിംഗ് സമ്മൺ, യു ആർ ഇൻവൈറ്റിംഗ് സമ്മൺ ഫോർ എ ഫൈറ്റ് ഓർ എ ചാലഞ്ച്. യു ആർ ചാലഞ്ചിങ് സമ്മൺ ഫോർ എ ഫൈറ്റ്. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് വേണ്ടി, ഒരു ഫൈറ്റിന് വേണ്ടി നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ത്രോയിങ് ഡൗൺ എ ഗോൺട്ട്ലെറ്റ്. വാട്ട് ഈസ് ഗോൺട്ട്ലെറ്റ്? ഗോൺട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് അല്ലേ, നമ്മൾ ഗ്ലൗസ് ഇടും, ഗ്ലൗസ്. സോ ഗ്ലൗസ് അല്ലേ, ഗ്ലൗസ് എറിയുക, നമ്മൾ നമ്മുടെ ഗ്ലൗസ് ഊരിയങ്ങ് എറിയുകയാണ്. ദാറ്റ്സ് വാട്ട്. അതിൻ്റെ ഈ നോർമലി ഇംഗ്ലീഷ് ഇഡിയംസിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കംപ്ലീറ്റ് സിഗ്നിഫിക്കൻസ് അവരുടെ കൾച്ചർ റിലേറ്റഡ് തിങ്സ് ആണ്. അപ്പം നോർമലി ഫൈറ്റ് ചെയ്യുന്നവരൊക്കെ അവരുടെ ഗ്ലൗസ് യൂസ് ചെയ്ത് ഇട്ടിട്ടേ ഫൈറ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അവരുടെ ഗ്ലൗസ് എറിയുക എന്ന് പറഞ്ഞാൽ യു ആർ ഇഷ്യൂയിങ് എ ചലഞ്ച്, യു ആർ ഇൻവൈറ്റിംഗ് ദം, യു ആർ ഡെയറിങ് ദം ഫോർ എ ഫൈറ്റ്. ഓക്കെ, അതിനെയാണ് ത്രോ ഡൗൺ എ ഗോൺട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ. മറക്കണ്ട. അടുത്തത് ഗെറ്റ് ദ നോഡ്. തലയാട്ട്, അതാണ് നോഡ് അല്ലേ. അപ്പോൾ ഗെറ്റ് ദ നോഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒപ്റ്റെയിൻ എ നോഡ്, ഗെറ്റ് എ നോഡ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ആർട്ടിക്കിൾ കാണുന്ന ഒപ്റ്റെയിൻ എ നോഡ് എന്നായിരിക്കും. ഗെറ്റിൻ്റെ ഫോർമൽ യൂസ് വാക്കാണ്, ഫോർമൽ വാക്കാണ് ഒപ്റ്റെയിൻ അല്ലേ. ഗെറ്റ്, ഒപ്റ്റെയിൻ അല്ലേ. ഗിവ്, പ്രൊവൈഡ് ഒക്കെ നമുക്കറിയില്ലേ. അപ്പോൾ അത് നീഡ്, റിക്വയർ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അത് ബിസിനസ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫോർമൽ ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയുന്ന വാക്കാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഗെറ്റിന് പകരം ഒപ്റ്റെയിൻ ദ നോഡ് എന്നായിരിക്കുമേ. സോ ഗെറ്റ് ദ നോഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് അപ്രൂവൽ അല്ലെങ്കിൽ പെർമിഷൻ. നിങ്ങൾക്ക് ഒരു പെർമിഷൻ കിട്ടുക അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടുക. പൊക്കോ, ഞാൻ ഇന്ന സ്ഥലത്ത് പൊക്കോട്ടെ, അല്ല എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗെറ്റ് ദ നോഡ് മീൻസ് കേട്ടോ. അടുത്താണ് ആഡ് ഓർ ഗിവ് എൻ എഡ്ജ്. ആഡ് എൻ എഡ്ജ് ഓർ ഗിവ് എൻ എഡ്ജ്. രണ്ട് യൂസേജും ഉണ്ട്. ആഡ് എൻ എഡ്ജ് എന്ന് പറയാറുണ്ട്, ഗിവ് എൻ എഡ്ജ് എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് എൻ ഇഡിയം. ഗിവ് സംബഡി ആൻ അഡ്വാൻറ്റേജ്. ഒരു എന്താ പറയുക, ഒരു പ്രൊവിഷൻ കൊടുക്കുക. അതിന് ഒരാൾക്കൊരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഗിവ് സംബഡി ആൻ അഡ്വാൻറ്റേജ്. അതിനെയാണ് ഗിവ് എൻ എഡ്ജ് എന്ന് പറയുക. ഇറ്റ് ഗിവ്സ് എൻ എഡ്ജ് ടു അവർ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഗിവ്സ് എൻ എഡ്ജ് ടു ദ പ്രോസസ് ഓഫ് അവർ ഇക്കണോമിക് റിവൈവൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇക്കണോമിയുടെ റിവൈവലിന് വേണ്ടിയിട്ട് ഒരു ഗുണമായി ഭവിച്ചു ഇത്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഇറ്റ് ആഡ്സ് എൻ എഡ്ജ് ഓർ ഇറ്റ് ഗിവ്സ് എൻ എഡ്ജ് എന്നുള്ള അർത്ഥം ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇഡിയമായിട്ട്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോണേ. അയ്യോ, ഓക്കെ. എവ്രി വൺ ഹാസ് ഓർ ദെയർ ഓൺ തോട്ട്സോ. എവ്രി വൺ ഹാസ് ഹിസ് ഓൺ തോട്ട്സ് കേട്ടോ. ഹിസ് ആണ് ആജ്ഞ. എന്തുകൊണ്ടാണെന്നറിയോ ഹിസ് വരുന്നത്? എവ്രി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊനൗൺ അല്ലേ, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ അല്ലേ. അതായത് എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ പറ്റി നമ്മൾ പറയുമ്പോഴും സിംഗുലറാ, സാധനം സിംഗുലറാ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് സിംഗുലർ ആയിരിക്കണം. മനസ്സിലായോ? ഈ അഡ്ജക്റ്റീവ് മാത്രമല്ല, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന അടുത്ത പ്രോനൗണ് എവ്രി വൺ ഹാസ് ടു ഡു ഹിസ് ഡ്യൂട്ടി സോ ഹീ ക്യാൻ, അങ്ങനെ പറയുള്ളൂ നമ്മൾ. ആൻഡ് ജെൻഡർ എപ്പോഴും കൊടുക്കുമ്പോൾ കോമൺ ജെൻഡറിലുള്ള ഒരു പ്രൊനൗൺ ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജെൻഡർ നമുക്ക് അറിയത്തില്ല എങ്കിൽ, യു ആർ നോട്ട് അവെയർ അബൌട്ട് ദ ജെൻഡർ എങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നൗണിൻ്റെ ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയാൽ നമ്മൾ പഠിച്ചിരുന്നു. കോമൺ ജെൻഡർ വരുന്ന എല്ലാം മസ്കുലിൻ ജെൻഡറിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് ഇവിടെ ഹിസ് വന്നത്. ഓക്കെ, നോ വൺ ഹാഡ് ഫെയിൽഡ് ഇൻ ഹിസ് ഓർ ദെയർ ഡ്യൂട്ടി അല്ല, ഹിസ് ഡ്യൂട്ടി കേട്ടോ, ദെയർ അല്ല ഹിസ്. ഓക്കെ, സുവർണ പനിയാണോ? സേഫായിട്ടിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കുക, ഹെൽത്ത് നോക്കുക, വെള്ളമൊക്കെ നന്നായി കുടിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്.
ഹരി ചോദിച്ചു, പക്ഷേ ഐ എം റിയലി ബിസി. ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാതിരിക്കുന്നില്ല. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ വളരെ തിരക്കാണ്, അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ചോദിക്കാവുള്ളൂ എന്ന് മാത്രം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പിങ്മാൻ, എൻ്റെ സൗണ്ട് പിന്നെ അടഞ്ഞു. ഇവിടെ തണുപ്പായി. ഇപ്പം രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ട്, 2 ദിവസമായിട്ട് നല്ല മഞ്ഞും ഒക്കെയാണ്. ഞാൻ പറയാം, രാവിലെ എനിക്ക് ഇച്ചിരി താമസിച്ചു എന്ന് പറഞ്ഞില്ലേ, ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അതുപോലെ അപ്പോൾ വളരെ ഭയങ്കരമായിട്ട് മഞ്ഞ്, മാത്രമല്ല രാത്രി ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇന്നലെ എനിക്കൊരു പണി കിട്ടി. ഞാൻ ഇന്നലെ ഇച്ചിരി വൈകിയ കുളിച്ചേ. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അതെന്നെ ചെറുതായിട്ട് അഫക്റ്റ്, പനിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കുകയാണെന്ന് റിവൈവ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു കോളാണോ എന്ന് എനിക്ക് ഡൗട്ട്. ഐ ഫീൽ ദാറ്റ് ഐ എം ഗെറ്റിംഗ് എ കോൾഡ്. അതെനിക്കൊരു ഫീൽ തോന്നുന്നുണ്ട് ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസേൺ, താങ്ക് യു സോ മച്ച്. അപ്പം അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. രാവിലെ എണീറ്റതിൻ്റെ ഒക്കെ ഒരു ഇതായതുകൊണ്ടായിരിക്കും, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഐ ബി ഓക്കെ, ഐ ബി ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. ഓക്കെ. അടുത്തത്, ബ്രിങ് ഡൗൺ ദ കർട്ടൻ. തിരശ്ശീല ഇടുക. നമ്മുടെ മലയാളത്തിൽ പറയും തിരശ്ശീല ഇടുക. അതും ഇഡിമാറ്റിക് എക്സ്പ്രഷനാണ്, നാടകീയമായ ഒരു പറച്ചിലാണ്. കഥയ്ക്ക് തിരശ്ശീല ഇട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് തിരശ്ശീല ഇട്ടു എന്നൊക്കെ പറയാറില്ല ആൾക്കാർ. അപ്പോൾ സോ ദാറ്റ് മീൻസ് മലയാളത്തിൽ മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്രിങ് ഡൗൺ ദ കർട്ടൻ. ബ്രിങ് ഡൗൺ ദ കർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോസ് ഓർ മാർക്ക് ആൻ എൻഡ് ടു സംതിങ്. എന്തോ ആയിക്കോട്ടെ, അതിനൊരു അവസാനം, വിരാമം ഇട്ടു. അല്ലെ, തിരശ്ശീല ഇടുക മീൻസ് വിരാമം ഇടുക, കോസ് ആൻ എൻഡ് അല്ലെങ്കിൽ മാർക്ക് ആൻ എൻഡ് ടു സംതിങ് എന്നാണ് ബ്രിങ് ഡൗൺ ദ കർട്ടൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അശ്വിനെ, നിനക്കും പനിയാണോ? ശ്രദ്ധിക്കണേ. പനിയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും എക്സാം വരാൻ പോവാണ്, അതുകൊണ്ട് ഐ വോണ്ട് എവറിബഡി ടു ബി സൗണ്ട് ആൻഡ് ഹെൽത്തി. ശ്രദ്ധിച്ചിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എക്സാമിന് മുമ്പ് ഓക്കെ ആവട്ടെ. ഓക്കെ. ശ്രീദേവിക്ക് വേണോ? ഇത് കൊള്ളാലോ, എല്ലാവരും പനി പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന പോലെ ഉണ്ടല്ലോ. മേക്ക് ഷുവർ ദറ്റ് യു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. അതുപോലെ തന്നെ നന്നായി ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. തണുത്ത വെള്ളം, തിളപ്പിച്ചാറിച്ച വെള്ളം കുഴപ്പമൊന്നുമില്ല, ഒരുപാട് വെള്ളം കുടിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ പനി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞു തരുമായിരുന്നു, ഒരുപാട് ഫ്ലൂയിഡ് കണ്ടന്റ് ബോഡിയിലോട്ട് പോകണം, എങ്കിലാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ അണുക്കളൊക്കെ പോവുള്ളൂ. ലൈക്ക് കോൾഡ് വരുമ്പോൾ യു ഹാവ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഇഫ് യു ഹാവ് എ കോഫ് യു ഹാവ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഇഫ് യു ഹാവ് എ ഫീവർ ഓൾസോ യു ഹാവ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചാൽ ബോഡിയിലേക്ക് വെള്ളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ പവർഫുൾ. ഒരു പ്യൂരിഫയറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. സോ മേക്ക് ഷുവർ ദറ്റ് യു ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഓക്കെ, ഓൾ റൈറ്റ്. യാ, നയന എൻ്റെ പ്ലേസ് ആണ് ചോദിച്ചത്. എൻ്റെ പ്ലേസ് വയനാടാണ്. ഇനി ഇവരുടെ വല്ല പ്ലേസ് ആണെങ്കിൽ ഇവരുടെ പേരെടുത്ത് വെക്കണം. എല്ലാവരും ഇല്ലേ, വി ആർ ലൈക്ക് എ ടീം, എഡിറ്റോറിയൽ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ്, ആരോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, നല്ല കാര്യം. അശ്വിൻ, ഇഞ്ചിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചാൽ പിടിക്കണേ, ചുക്ക്. ഓ ഗ്രേറ്റ്, കൊള്ളാം. അപ്പോൾ അത് കൊള്ളാം. അടുത്ത, സീ ഓഫ്. നിങ്ങൾക്കറിയാം സീ ഓഫ് എന്ന വാക്കിനർത്ഥം. സീ ഓഫ് എന്ന് ഞാൻ ഒരർത്ഥം പറയാം ബിഡ് ഫെയർവെൽ. നമ്മളൊരാൾ ട്രെയിൻ കയറ്റിവിടാൻ പോവാണ്, അല്ലെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ, വണ്ടിയിൽ കയറ്റി ഒരാളെ യാത്ര അയക്കുക എന്നുള്ള അർത്ഥമാണ് സീ ഓഫ് എന്ന് പറയാം. സീ ഓഫ് സമ്മൺ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ സീ ഓഫിനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഫ്രേസൽ വെർബ്. ഇതാണ് ഒരു ഫ്രേസൽ വെർബ് ഇന്നത്തെ കേട്ടോ. അപ്പം ഫ്രേസൽ വെർബുകൾക്ക് പല മീനിങ് ഉണ്ട്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4 വേരിയേഷൻ ഇൻ മീനിങ്സ് എങ്കിലും ഉണ്ടാകും നമ്മുടെ ഫ്രേസൽ വെർബിന് കേട്ടോ. അപ്പോൾ ഇവിടെ സീ ഓഫ് എന്ന് പറഞ്ഞാൽ ബിഡ് ഫെയർവെൽ എന്നല്ല ഇന്നത്തെ ആർട്ടിക്കിളിൽ. ബിഡ് ഫെയർവെൽ ഉണ്ട്, യു നോ വാട്ട് സീ ഓഫ് എന്ന. ബിഡ് ഫെയർവെൽ, ടാറ്റ കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞെടുക്കുക, ടാറ്റയ്ക്ക് യാത്ര പറയുക, ദാറ്റ് ഈസ് ബിഡ് ഫെയർവെൽ അല്ലേ, യാത്രയാക്കാണ്. പക്ഷേ സീ ഓഫിന് വേറെ അർത്ഥമുണ്ട്, ഡിഫീറ്റ് ഓർ സ്റ്റോപ്പ് ആൻ ഒപ്പോണന്റ്. ഒരു എനിമി അല്ലെങ്കിൽ ഒരു ഒപ്പോണന്റിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാണ്, വീഴ്ത്താണ്. അപ്പം ഇന്ന് ഫുട്ബോളിൻ്റെ ആർട്ടിക്കിൾ കാണാം, സീ ഓഫ് എന്ന് കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സീ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ യാത്ര അയക്കുക എന്നുള്ളതല്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞ ഫുട്ബോളിൽ നമ്മൾ ഒരാളെ ഒപ്പോണന്റിനെ തോപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. സോ ദാറ്റ്സ് ഇറ്റ്, ഡിഫീറ്റ് ഓർ സ്റ്റോപ്പ് ആൻ ഒപ്പോണന്റ്, സീ ഓഫ്. 2 മീനിങ് ഉണ്ട്, ഓർത്ത് വെച്ചോണം, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബോൾ ഇസ് ഇൻ യുവർ കോർട്ട് ഇഡിയമാണ്, വരാറുണ്ട് എക്സാമിന്. ത്രോ ഡൗൺ എ ഗൗണ്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തോണം. ചിലങ്കി എറിയാന്നൊന്നുമല്ല, ഗ്ലൗസ് എറിയാണ്. ദാറ്റ് മീൻസ് യു ആർ ഡെയറിങ് യുവർ ചലഞ്ച്, യു ആർ ഗിവിംഗ് എ ചലഞ്ച്, യു ആർ ഇഷ്യൂവിംഗ് എ ചലഞ്ച്. ഗെറ്റ് ദ നോഡ്, ഗെറ്റ് അപ്രൂവൽ അല്ലെങ്കിൽ പെർമിഷൻ. ആഡ് ഓർ ഗിവ് എൻ എഡ്ജ്, ഗിവ് സംബഡി ആൻ അഡ്വാൻറ്റേജ്. ബ്രിങ് ഡൗൺ ദ കർട്ടൻ, തിരശ്ശീലയുടെ വിരാമം വീഴുക. കോസ് ഓഫ് മാർക്ക് ആൻ എൻഡ് ടു സംതിങ്. സീ ഓഫ് എന്ന് പറഞ്ഞാൽ ബിഡ് ഫെയർവെൽ അല്ലെങ്കിൽ ഡിഫീറ്റ് ഓർ സ്റ്റോപ്പ് ആൻ ഒപ്പോണന്റ്. രണ്ടും ഉണ്ട്, ഓർത്ത് വെച്ചോളാം കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഓക്കെ, സയൻസ് ഉണ്ടോ? എൻ്റെ അനിയത്തിക്ക് സയൻസ് ഉണ്ട്. അവൾ ഇങ്ങനെ രാവിലെ കിടന്ന് കഷ്ടപ്പെടുത്ത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, ടേക്ക് കെയർ. ഓൾ റൈറ്റ്. യെസ്, അശ്വിൻ. ഓക്കെ, അവളും പറയാറുണ്ട്. എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ റിലേറ്റ് ഇറ്റ്. ഇത് മനസ്സിലാവുന്ന കാര്യമാണ്. യാ, ഓക്കെ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക്
പോകാം നേരെ നമ്മുടെ ഇന്നത്തെ സിനണിംസിലോട്ട് പോകാം. ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ സിനണിംസ്, ആദ്യത്തെ സിനണിം ഇതാണ് അസെന്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റനിൽ വന്ന ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? അസെന്റ് എന്നൊരു വാക്ക്. അപ്പം അസെന്റ് എന്ന വാക്ക് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു വാക്കാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അസെന്റ് എന്ന വാക്ക് വരുമ്പോൾ അതിൽ തന്നെ കൺഫ്യൂസിങ് വേർഡിൽ അല്ലെങ്കിൽ ഹോമോണിം എന്ന് പറയും. ഈ കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പലതും ഹോമോണിംസ് ആയിട്ടാണ് വരാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ ഹോമോണിംസ്. അതാ അസെന്റ് എന്ന് പറഞ്ഞാലും എന്താണ്, ഈ അസെന്റ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. അസെന്റ് തന്നെ ഇതിന്റെ മീനിങ് കേട്ടോ. അസെന്റ്, ആക്സെന്റ്, ഇതൊക്കെ ഒരു ആക്സെന്റ്, ആക്സെന്റ് എന്ന് പറയില്ലേ. ആക്സെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ എന്നൊരു അർത്ഥമുണ്ട് നൗണ്. ആക്സെന്റ്, അസെന്റ്, അസെന്റ്. ഈ അസെന്റിന്റെ അർത്ഥം ഇത് നൗൺ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന അസെന്റ് ആണ്. ഈ അസെന്റ് നൗൺ ആയിട്ട് വേർബായിട്ട് ക്ലൈംബ് എന്നാണ് അർത്ഥം. ഇതെന്ന് പറഞ്ഞാൽ അസെന്റ്, ഈ അസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആക്സെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു നോ അല്ലെ, പ്രൊനൗൺസിയേഷൻ എന്നാണ് അർത്ഥം. നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ ഉച്ചാരണം. ആക്സെന്റ് അല്ലെ. അസെന്റ് എന്ന് പറഞ്ഞാൽ ക്ലൈംബ് എന്ന. ക്ലൈംബ് എന്ന് പറയുമ്പോൾ അത് നൗണും ആകാം വേർബും ആകാം. അസെന്റ്, ഈ അസെന്റ് ASSENT എന്ന് പറഞ്ഞാൽ കൺസെന്റ് അല്ലേ, അനുവാദം കിട്ടുക അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടുക, അഗ്രിമെന്റ് കിട്ടുക, അതൊക്കെയാണ്. അസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്സെപ്റ്റ് ചെയ്യുക, അലോ ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെച്ചോണം. അസെന്റ് നൗൺ ആയിട്ട് പറയുമ്പോൾ അപ്രൂവൽ അല്ലെങ്കിൽ കൺസെന്റ് എന്നാണ്. വേർബായിട്ട് വരുമ്പോൾ അപ്രൂവ് ചെയ്യുക, സാങ്ഷൻ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്രൂവ് ചെയ്യുക, അലോ ചെയ്യുക എന്നൊക്കെയാണ്. പെർമിഷൻ കൊടുക്കുകയല്ലേ, അപ്പോൾ അലോ ചെയ്യാണ്. അലോ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, സാങ്ഷൻ ചെയ്യുക എന്നൊക്കെ അർത്ഥം അസെന്റ് എന്ന വാക്കിനുണ്ട്. പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഒന്നുകൂടെ പറയാണ്. ബിക്കോസ് ആരെങ്കിലും മിസ് ഔട്ട് ആയെങ്കിൽ യു വിൽ ഗെറ്റ് എ ചാൻസ് ടു ലേൺ ഇറ്റ്. അല്ലെങ്കിൽ ഫോർ യു പീപ്പിൾ ഓൾറെഡി, ദോസ് ഹു ഓൾറെഡി നോ ഇറ്റ്, അവർക്ക് യു വിൽ ഗെറ്റ് എ ചാൻസ് ടു റിവൈസ് ഇറ്റ് അഗൈൻ. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് എക്സംഷൻ. എക്സംഷൻ എന്ന വാക്ക് എക്സംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളില്ലേ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. അത് ഒഴിവാക്കുക അല്ലേ. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ കിട്ടുക, ഒഴിവാക്കി കിട്ടുക എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട് എക്സെപ്ഷൻ അല്ലേ. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ, എക്സെപ്ഷൻ അല്ലേ. അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ, എക്സ്ക്ലൂഡ് ചെയ്യണം ഒരാളെ, അതാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുക. ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ പറയില്ലേ, ആ അർത്ഥമുണ്ട് ഒഴിവാക്കൽ. വേറെ അർത്ഥമുണ്ട് എക്സംഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ പൊളിറ്റിക്കൽ ഇതിലാണ് പറയുക, ഒരു ലോയിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇമ്മ്യൂണിറ്റി, പ്രതിരോധം കിട്ടുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ആൻ ഇമ്മ്യൂണിറ്റി ഫ്രം സംതിങ്. ഇപ്പോൾ ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ടാക്സേഷൻ ആയിക്കോട്ടെ, അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടുക, ഇൻഡെംനിറ്റി, ഒഴിവാക്കൽ കിട്ടുക. ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് എക്സെപ്ഷൻ. അതിനെയാണ് ഇമ്മ്യൂണിറ്റി, ഇൻഡെംനിറ്റി എന്നൊക്കെ പറയുന്ന സാധനം. നമ്മൾ പഠിച്ചിട്ടുണ്ടാണ്, ഒരിക്കൽ കൂടി പറയുന്നത്. ആൻഡ് അനദർ വൺ ഈസ് ഡിസ്പെൻസേഷൻ. ഒഴിവാക്കി കിട്ടണം നമ്മൾ അവിടെ നിന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഓസ്ട്രേലിയയിൽ, ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയയിൽ ജാക്കോവിച്ച് ഇവിടെ പോയപ്പം പുള്ളിക്കാരൻ പറഞ്ഞില്ലേ, ഞാൻ കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ടില്ല, പക്ഷേ ഐ വോണ്ട് ആൻ എക്സെപ്ഷൻ, ഐ വോണ്ട് ആൻ ഇമ്മ്യൂണിറ്റി, ഐ വോണ്ട് ആൻ ഇൻഡിമ്യൂണിറ്റി എന്ന് പറഞ്ഞത്. ആ സംഭവം ഓർത്ത് വെച്ചാൽ മതി. അന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ ഇസ് മാൻഡേറ്ററി. ഒരാൾ എന്നോട് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ട്, മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എന്നൊക്കെ അർത്ഥം വരുമോ മിസ്സേ? ഉണ്ട്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഉറപ്പ്, നിർബന്ധം എന്നുണ്ട് കേട്ടോ. ഒബ്ലിഗേറ്ററി ആണ്, കമ്പൽസറി ആണ്, യു ഹാവ് ടു ഡു ഇറ്റ്, ഇറ്റ്സ് എ ഒബ്ലിഗേഷൻ ടു ഡു ഇറ്റ്. എങ്കിൽ മാൻഡേറ്ററി എന്നൊരു അർത്ഥം ഉണ്ട് കേട്ടോ. നോക്കുക, അഡ്ജക്റ്റീവ് ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററി ആണ്, കമ്പൽസറി ആണ്, ബൈൻഡിങ് ആണെന്നൊക്കെയാണ് അർത്ഥം. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇറ്റ്സ് കമ്പൽസറി ടു ബ്രിങ് യുവർ ഹോൾ ടിക്കറ്റ് വൈൽ യു കം ഫോർ ദ എക്സാം, അല്ലെങ്കിൽ വൈൽ യു എൻ്റർ ദി ഹോൾ ടിക്കറ്റ് ഇറ്റ്സ് മാൻഡേറ്ററി ടു ഹാവ് ദ അഡ്മിറ്റ് കാർഡ് വിത്ത് യു. ഇറ്റ്സ് റിക്വയർഡ്, ഇറ്റ്സ് ബൈൻഡിങ് എന്നൊരർത്ഥമാണ് കേട്ടോ. ഓർത്ത് വെച്ചാൽ റിക്വയർഡ് എന്നർത്ഥം, കമ്പൽസറി എന്നൊരർത്ഥം, ബൈൻഡിങ് എന്നാണ്. ബൈൻഡിങ് എന്ന് പറയുന്നത് വേണം, നിർബന്ധമായിട്ട് എൻ്റെ കയ്യിൽ അത് വേണം, അത് നിർബന്ധമാണ് എന്നാണ്. ബൈ ലോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മാൻഡേറ്ററി, ഒബ്ലിഗേറ്ററി, കമ്പൽസറി, റിക്വയർഡ്, ബൈൻഡിങ് എന്തൊക്കെയാണ് മാൻഡേറ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം, മറക്കണ്ട. അടുത്താണ് ടെനബിലിറ്റി. ടെനബിലിറ്റി എന്ന് പറഞ്ഞാൽ, ടെനബിൾ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ടെനബിൾ, റീസണബിൾ, പ്ലോസിബിൾ, റിലയബിൾ എന്നൊക്കെയാണ് ടെനബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ടെനബിലിറ്റി എന്ന് പറയുമ്പോൾ അത് നൗണായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് LITY എന്ന് പറയുന്നത് വരുവാണെങ്കിൽ ഇറ്റ്സ് നമ്മുടെ ഇതാണ്, ഒരു സഫിക്സ് ആണ്. സഫിക്സ് കണ്ടുപിടിച്ച് നമുക്ക് നൗൺ ആണോ ഇതെന്ന് പറയാൻ പറ്റും. ABLE, ടെനബിൾ, ABLE എന്നുള്ള വാക്കുകൾ കേപ്പബിൾ, അഡാപ്റ്റബിൾ, അഫോർഡബിൾ, BLE കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോ, അതെപ്പോഴും അഡ്ജക്റ്റീവ് ആയിരിക്കും. കണ്ടുപിടിക്കുക, ഓർത്താൽ മതി, അഡ്ജക്റ്റീവാണ്. ABLEs എല്ലാം തന്നെ അഡ്ജക്റ്റീവാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ എബിലിറ്റി എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ABLE വാക്കുകൾ, ഏബിൾ, എന്ത് ലേബിൾ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്താൽ മതി, അത് അഡ്ജക്റ്റീവാണ്. എന്നാൽ LITY അല്ലെ, എബിലിറ്റി, TY വാക്കുകൾ കൊണ്ടോ, TY വെറും TY ആണെങ്കിൽ പോളിറ്റി അല്ലെ, ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ സംതിങ് ലൈക്ക് ദാറ്റ്, എന്ത് TY വന്നാലും ഓർത്തോ
അഡാപ്റ്റബിലിറ്റി എന്നുള്ള വാക്കുകളൊക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് എ നൗൺ ഇസ്. അതൊരു നൗണാണ്. ടെനബിലിറ്റി ഒരു നൗണാണ്. റീസണബിലിറ്റി, പ്ലോസിബിലിറ്റി, റിലയബിലിറ്റി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് ബൗണ്ട്. ബൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായി ഓടിക്കേറി വരും ബൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് ബൗണ്ട്. കറക്റ്റാ, ബൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് ബൗണ്ട് ഉണ്ട്. പക്ഷെ ഇതല്ല ബൗണ്ട് എന്ന വാക്കിന്റെ അർത്ഥം. ഇവിടെ ബൗണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. എന്താ ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സർട്ടൻ, ഉറപ്പാണ്. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബൗണ്ട് ടു സംതിങ്. യു ആർ ബൗണ്ട് ടു ഡു ഇറ്റ്. ബൗണ്ട് എന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്. ചില അഡ്ജക്റ്റീവുകളുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. അപ്പോൾ ബൗണ്ട് ടു ഡു സംതിങ്, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കും. 2+V1 ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ബൗണ്ട് ടു ഡു സംതിങ്, ബൗണ്ട് ടു ഗോ ദയർ, ബൗണ്ട് ടു ഇഷ്യൂ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ ബൗണ്ട് എന്ന കാര്യം ഓർത്ത് വെച്ചോണേ. ബൗണ്ട് മീൻസ് സർട്ടൻ, ലൈക്ലി, ചാൻസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലൈക്ലി ടു ഹാപ്പൻ, അപ്പോൾ കുറച്ചുകൂടെ കൂടി ചാൻസ് ഉണ്ടെന്നുള്ള അർത്ഥമാണ്. ഡെസ്റ്റിൻഡ് എന്നർത്ഥമുണ്ട്. ആൻഡ് ഡിറ്റർമിൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സർട്ടൻ, ലൈക്ലി, ഡെസ്റ്റിൻ, ഡിറ്റർമിൻഡ് എന്ന വാക്കും ബൗണ്ട് എന്ന വാക്കിനുണ്ട്. ഓർത്ത് വെച്ചോണേ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചതങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ, ഐ ഗെസ് ലെറ്റ്സ് മൂവ്. അടുത്ത് നോക്കാം. ലെറ്റ് മീ സി. ഡിസ്ക്രിപ്റ്റീവ് ഒന്ന് പറയാമോ എന്നോ? ഗീതു, ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഓരോരുത്തർക്ക് ഓരോ ടൈം ഒക്കെയാണ്. നമുക്ക് കൃത്യമായിട്ട് ഇന്ന ടൈമിനൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ SIക്ക് നിങ്ങൾ ഒരു 25 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിച്ചു. 20 to 25 മിനിറ്റ്സ് SIക്ക് പ്രൊവൈഡ് ചെയ്താൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. കൊടുക്കുക. ആൻഡ് ദെൻ നിങ്ങളൊരു റീഡിംഗ് കോംപ്രഹെൻഷന് ഒരു 20 മിനിറ്റ്സ് മാക്സിമം എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ സമയം വരുന്നു. 20 മിനിറ്റ്സ്, റീഡിംഗ് കോംപ്രഹെൻഷൻ 15 മിനിറ്റ്സ്. അത് തന്നെ, റീഡിംഗ് കോംപ്രഹെൻഷൻ 15 മിനിറ്റ്സ് എടുക്കുക. ആൻഡ് പ്രൈസിക്കും 15 മിനിറ്റ്സ്. അങ്ങനെ 15 ആൻഡ് ദെൻ 25 മിനിറ്റ്സ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇൻ ബിറ്റ്വീൻ വരും. അപ്പോൾ എവിടെയെങ്കിലും അവിടെ നമുക്ക് കൂടിച്ചേർക്കാൻ പറ്റും. SIക്ക് 25, പ്രൈസിക്ക് 15 ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷൻ 15 മിനിറ്റ്സ്. ദാറ്റ്സ് എൻഡ്. കാരണം SI ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസസ് അല്ലേ. അത് എക്സ്പീരിയൻസ്, ക്വസ്റ്റൻസ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടി വരില്ല. സോ കുറേ കാര്യങ്ങൾ പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ പ്രൈസി ആണെങ്കിൽ ഗെറ്റ് ആൻ ആർട്ടിക്കിൾ അല്ലേ, പാസേജ് കിട്ടുവാണ്. ആ പാസേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ ഷോർട്ടൻ ചെയ്താൽ മതി. അപ്പം മെറ്റീരിയൽ ഇസ് വിത്ത് യു. ഓൺലി തിങ് ഇസ് ദറ്റ് യു ഹാവ് ടു യൂസ് യുവർ ഐഡിയ ആൻഡ് യുവർ വൊക്കാബ്. അത് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി പ്രൈസിൽ. റീഡിംഗ് കോംപ്രഹെൻഷൻ അതുപോലെ തന്നെ. നിങ്ങളുടെ കയ്യിൽ പാസ്റ്റ് ഉണ്ട്. യു ആർ ഗെറ്റിംഗ് യുവർ ആൻസേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. അപ്പോൾ അത് കുറച്ചുകൂടെ സമയം നമുക്ക് കുറയ്ക്കാം. പ്രൈസിയും റീഡിംഗ് കോംപ്രഹെൻഷനും സമയം കുറച്ച് കണ്ടെത്തിയിട്ട് യു ഗിവ് മോർ ടൈം ടു SI. ഒരു 25 മിനിറ്റ്സ് SIക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ആവുള്ളൂ. ഓർക്കുക കേട്ടോ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് തന്നെ വേണ്ട ഇംപ്രൂവൈസ് ചെയ്ത് വീണ്ടും സെൻഡ് ചെയ്യേണ്ട. യു ട്രൈ അനദർ SI. നമ്മളെപ്പോഴും ഒരു ചെയ്ത് തന്ന കാര്യം അത് തന്നെ ഇമ്പ്രൂവ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വലിയ കണ്ടന്റ് കിട്ടില്ല. ഡു ഇറ്റ് അനദർ വൺ. നിങ്ങൾക്ക് അവിടുത്തെ ഞാൻ കറക്ഷൻ വരുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതല്ലാതെ വേറൊരു ടോപ്പിക്ക് വെച്ച് ചെയ്യുവാണെങ്കിൽ ആ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങളൊന്ന് കുറച്ചുകൂടെ ഇത് കിട്ടൂലേ, നിങ്ങൾക്ക് കുറച്ചൊരു കണ്ടന്റ് കിട്ടൂലേ. സോ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ഇൻ അനദർ ടോപ്പിക് കേട്ടോ. Dilip gets immunity from his arrest. Correct ആണ്. Female candidates are exempted from paying fees in UPSC exams. Yes. Sridharana Guru, court exemption from not appearing in court during reign of Travancore rulers. Yes. President gives assent to the law. Yeah. It's mandatory to wear masks in public places. Yes, it is. After years of hardship, he got assent from his parents to travel abroad to pursue his dreams. Yeah. The government gave his assent. അത് തെറ്റല്ലേ? Sorry, governor ആണല്ലേ. സോറി, ഗവർണർ കറക്റ്റാ. His assent to the ordinance. Yes, correct ആണ്. Sorry, Suvarna. Sorry. Vijay requested for the tax exemption. Okay. Kerala government has been waiting for assent of Silver Line project from central government. Yes. The governor recently gave his assent to the bill related to Lokayukta. Yeah. Although have to usage ഉണ്ട്. Have to usage എന്ന് പറഞ്ഞാൽ you have to do it. That means must ആണ്. Obligation പറയാൻ വേണ്ടിയാണ് have to നമ്മൾ നോർമലി ഉപയോഗിക്കുക കേട്ടോ. Bounty chocolate. Okay. Ram's leave application assent by his superior. തെറ്റ്. നീതു ഇവിടെ അസെന്റ് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് എ വേർബ്. അപ്പോൾ അസെന്റ് ബൈ എന്ന് പറയില്ല. യു കെൻ സേ ലൈക്ക് ദിസ്. റാംസ് ലീവ് വാസ് അപ്രൂവ്ഡ് ബൈ ഹിസ് സുപ്പീരിയർ. വാസ് അപ്രൂവ്ഡ് ബൈ എന്ന് കൊടുത്തു കേട്ടോ. ഒന്ന് അതിൻ്റെ കൂടെ പാസിവൈസേഷനാണ് കൊടുക്കുന്നത്. V3യുടെ കൂടെ ഒരു ഈസോ ബി ഫോർമുലേഷൻ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ അസെന്റ് എന്നുള്ള വേർബായിട്ട് ഉപയോഗിക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് എ നൗൺ. അതാണ് ഞാൻ ഡിഫറൻസ് ഇപ്പോൾ പറഞ്ഞു തന്നെ. ശ്രദ്ധിക്കുക കേട്ടോ. യു ആർ വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ അപ്രൂവൽ ഫ്രം ദ മാനേജ്മെന്റ്. ഓക്കെ. രാഹുൽ വാസ് ഗിവൻ എക്സംഷൻ ഇൻ ഫീ പേയ്മെന്റ്. ഓക്കെ. ഇറ്റ് ഇസ് മാൻഡേറ്ററി ടു ഫിൽ ദ ജെൻഡർ കോളം വൈൽ സബ്മിറ്റിംഗ് an application. Okay. It is mandatory to wear shoes while working in a workshop. All right. It's mandatory to rescue Babu who is stuck
stuck in narrow crevice of hills. All right, great. Moving to next set നോക്കാം. അടുത്ത സെറ്റിലോട്ട് പോവാം. ഗ്രാൻഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട ഒരു വാക്ക്, നിങ്ങൾക്ക് ഗ്രാൻഡ് അറിയായിരിക്കും അല്ലേ? ഗവൺമെന്റിന്റെ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള ഗ്രാൻഡ് അറിയില്ലേ? ആ ഗ്രാൻഡാണ് ഈ ഗ്രാൻഡ്. ആ ഗ്രാൻഡിന് നമ്മൾ ടി ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഹോമോണിം ഉണ്ട്, വേറൊരു സാധനം കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രാൻഡ് സെറിമണി എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഫംഗ്ഷൻ, ഗ്രാൻഡ് ഹ്യൂജ് എന്നൊക്കെ അർത്ഥം. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഫംഗ്ഷൻ ആയിരുന്നു എന്നൊക്കെ പറയില്ല. വളരെ മാസീവ് ആണ്, ഹ്യൂജ് ആണ്, കൊളോസൽ ആണ് എന്നൊക്കെ അർത്ഥമുണ്ട് ഈ പറയുന്ന ഗ്രാൻഡിന്. ഓർത്തോണേ, വളരെ വലിയത് എന്നുള്ള അർത്ഥമാണ് ഗ്രാൻഡിന്. എന്നാൽ ഗ്രാൻഡ് എന്നിട്ട് ആണ് വരുന്നത്. വേർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് അബ്ജക്റ്റീവ് ആണ്. ഈ ഗ്രാൻഡ് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ടാക്സ് ടാക്സ് എന്ന് ഗവൺമെന്റ് ഗ്രാൻഡ് തരിക എന്നൊക്കെ പറയില്ലേ? എൻഡോമെന്റ് തരിക, സപ്പോർട്ട് തരിക എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ സബ്വെൻഷൻ. വേറെ വാക്കുകൾ കുറച്ചുകൂടി ഇട്ട് തരുന്നതാണ്. എൻഡോമെന്റ്, സബ്വെൻഷൻ, സപ്പോർട്ട് എന്നൊക്കെയാണ് ഈ പറയുന്ന ഗ്രാൻഡ് എന്ന വാക്കിന്റെ മറ്റർത്ഥം. സപ്പോർട്ടൊക്കെ അറിയത്തില്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം നൗൺ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വേർബ് ആയിട്ട് പറയുകയാണെങ്കിൽ അലോ ചെയ്യുക. ഗ്രാൻഡ് മീൻസ് അലോ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ബെസ്റ്റോ, നമ്മളെ ബെസ്റ്റോ ചെയ്യുക. നമുക്ക് ഗ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ യു വിൽ ഗിവ്, യു വിൽ ബി ഗിവൺ, യു വിൽ ബി സപ്പോർട്ടഡ് എന്നൊക്കെ അർത്ഥം ഇതിനുണ്ട്. ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് വൺ സ്പെക്കുലേഷൻ. നമ്മുടെ സ്പെക്കുലേഷൻ, അതിന്റെ ഊഹാപോഹം, ദാറ്റ് ഇസ് സ്പെക്കുലേഷൻ. സ്പെക്കുലേറ്റ് ചെയ്യുക മീൻസ് ഊഹിക്കുക എന്നാണ് പറയുന്നത്. സോ സ്പെക്കുലേഷൻ ഇസ് എ നൗൺ. ഞാൻ പറഞ്ഞു TION നൗൺ ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, സഫിക്സ് ആണ് TION വന്ന. പോപ്പുലേഷൻ അല്ലെ, ട്രാൻസ്മിഷൻ, അങ്ങനെയുള്ള എന്ത് SSION മാത്രമല്ല TION ഉള്ള എല്ലാം നോക്കിക്കോ കേട്ടോ, അതെല്ലാം നൗണുകളായിരിക്കും. ഓക്കെ. അപ്പോൾ വേർബ് സ്പെക്കുലേറ്റ് ആണ്, അതിന്റെ TION ഇട്ട് കൊടുത്താൽ സ്പെക്കുലേഷനായി. അങ്ങനെ ഓക്കെ. അലിവിയേഷൻ, അങ്ങനെ എന്ത് വേണം നിങ്ങൾ കൊടുത്തോ, എല്ലാ നൗണുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇങ്ങനെയുള്ളതാണുള്ളത്. അപ്പോൾ സ്പെക്കുലേഷൻ മീൻസ് കൺജങ്ചർ, ഒരു ഊഹം. സപ്പോസിഷൻ, സപ്പോസ് ചെയ്യാണ്. സപ്പോസ് ഞാനിങ്ങനെ ആയാലോ, സപ്പോസ് ഇസ് എ വേർബ് അല്ലേ? ബട്ട് ഇവിടെ സപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അത് നൗണായി. സപ്പോസിഷൻ, ഹൈപ്പോത്തസിസ്, ഊഹമാണ്. സോ ദാറ്റ്സ് വാട്ട് സ്പെക്കുലേഷൻ ഇസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇന്റന്റ്. ഇന്റന്റ് ടി ആണ്. ഇന്റന്റ് എന്ന് പറയുമ്പോൾ നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇന്റന്റ് മീൻസ് ഇന്റൻഷൻ, ഉദ്ദേശം, എയിം, പേർപ്പസ് എന്നൊക്കെയാണ് നൗൺ. അഡ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാം ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഇന്റന്റ് വർക്ക്, റിസോൾഡ് വർക്ക്, ഇൻസിസ്റ്റന്റ്, നിർബന്ധ കട്ടായം, ഇൻസിസ്റ്റന്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. റിസോൾഡ് ആണ്, ഡിറ്റർമിൻഡ് ആണ്, ചെയ്തിരിക്കും അല്ലേ? അങ്ങനെ ഒരു അർത്ഥമാണ് ഇന്റന്റ് എന്നുള്ളത്. ഓർത്ത് വെച്ചോണം, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. അടുത്ത വാക്ക് ഈസ് ഡിസ്ക്രീഷൻ. ഡിസ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയുക, കുറച്ച് മാന്യമായിട്ട് ഉപയോഗിക്കണം, കുറച്ചൊരു കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനാണെങ്കിൽ പറയാം. സർക്കംസ്പെക്ഷൻ, കോഷൻ എന്നൊക്കെയാണ് ഡിസ്ക്രിഷൻ എന്ന നൗണിന്റെ ഒരു അർത്ഥം. സർക്കംസ്പെക്ഷൻ, കോഷൻ എന്നൊക്കെയാണ്. വേറെ ഡിസ്ക്രിഷൻ, നമ്മളിപ്പോൾ ലോയിലൊക്കെ ജഡ്ജ്മെന്റ് കാര്യത്തിലൊക്കെ ബില്ല് പാസ് ചെയ്യുമ്പോൾ ഡിസ്ക്രിഷൻ വേണമെന്നൊക്കെ പറയാറുണ്ട്. ഡിസ്ക്രിഷൻ മീൻസ് ചോയ്സ്, ഓപ്ഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് കേട്ടോ. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, ചോയ്സ്, ഓപ്ഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലാതെ ജഡ്ജ്മെന്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൂടാതെ സർക്കംസ്പെക്ഷൻ, കെയർ, കോഷൻ എന്നൊക്കെ അർത്ഥവും ഡിസ്ക്രിഷൻ ഉണ്ട്. ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്ക് ഈസ് മസ്റ്റർ. മസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മസ്റ്റർ മീൻസ് അസംബ്ലി, മീറ്റിംഗ് എന്നൊക്കെയാണ് മസ്റ്ററിന്റെ അർത്ഥം. മീറ്റിംഗ്, അസംബ്ലി, റാലി എന്നൊക്കെ നമ്മൾ മസ്റ്ററിന് പറയും നൗണായിട്ട്. എന്നാൽ വേർബായിട്ട് പറയുമ്പോൾ കൂടിച്ചേരുക, അസംബിൾ, സമൺ, കൺവീൻ, എല്ലാവരും കൂടെ കൂട്ടി വിളിക്കുന്നില്ലേ, അതിനെ അസംബിൾ ചെയ്യുക, സമൺ ചെയ്യുക, കൺവീൻ ചെയ്യുക, മസ്റ്റർ എന്ന വേർബ്. ഓർത്ത് വെച്ചോ കേട്ടോ. വേർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് മസ്റ്റർ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. Okay, yeah. It is better to adhere to the mandatory norms proposed by the government. Yes, as the government gave assent to the exam, it's a mandatory thing to use precautionary measure by the candidates. Yes. നോക്കാം അശ്വതി, നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വന്ന് എന്നോട് പറയില്ലേ ടെലിഗ്രാം നോക്കണേന്ന്. നിങ്ങൾ പറയുന്നത് കൊണ്ട് അല്ലെങ്കിലും ഞാൻ നോക്കും. ഐ എം ടേക്കിംഗ് ടൈം. ഒരുപാട് പേര് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് യൂട്യൂബിലുള്ള കുട്ടികൾ അല്ലാതെ പെയ്ഡിലെ സ്റ്റുഡൻസ് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റുഡൻറ് ബേസ് ഉണ്ട്. അവരെല്ലാവരും മെസ്സേജ് അയക്കുകയാണ് ടെലിഗ്രാമിലൂടെ. അപ്പം ഞാനൊരു മനുഷ്യനല്ലേ, ക്ലാസ്സുകളുണ്ട്, പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കിത്തരും. സോ നോക്കിത്തരാം ആൻഡ് മെസ്സേജ് നോക്കും. അപ്പോൾ 2 ദിവസം ഗ്യാപ്പൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെക്ക്. ഇന്നലെ വരെ ഞാൻ കുറേയൊക്കെ ചെക്ക് ചെയ്തു, ഇന്ന് ബാക്കി ചെക്ക് ചെയ്ത് തരും കേട്ടോ. ഐ അഷ്യൂർ യു ദാറ്റ് ഐ വിൽ ഡു ദാറ്റ് കേട്ടോ. ഓക്കെ. അപ്പോൾ അശ്വതി പേടിക്കേണ്ട, ഞാൻ നോക്കിത്തരാം കേട്ടോ. എന്താണെങ്കിലും ഞാൻ നോക്കി പറഞ്ഞുതരാം. ഗ്രാൻഡ് സ്പെക്ടിക്കിൾ എന്നൊക്കെ പറയും. യെസ്, ദൃശ്യം അല്ലേ. SC ഡെവലപ്മെന്റ്, സുപ്രീം കോർട്ട് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗിവ്സ് ഗ്രാൻഡ്സ് ഫോർ സ്റ്റുഡൻസ്.
Oh, SC development, മറ്റേത്. Okay. Scheduled caste development department അല്ലേ? Okay, fine. Yeah. Kerala government gave assent to open schools and colleges. Yes, permission granted. Yeah. I hope India bound to do more contribution for good climate. Yeah. State government want to implement. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഐ ഹോപ്പ് ഇന്ത്യ ബോണ്ട് ടു എന്ന് പറയുമ്പോഴും ഗുരുദാസ് പറഞ്ഞപ്പോഴാണെങ്കിലും നീതു പറയുമ്പോഴാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ബോണ്ട് ടു. ബോണ്ട് ഇസ് എൻ അഡ്ജക്റ്റീവ് പറഞ്ഞില്ലേ? അപ്പൊ അതിലൂടെ നൗൺ എന്ത് ചെയ്യേ? ഈസ് ബോണ്ട് ടു അല്ലേ? ബി ഫോർമുലേഷൻ കൊടുക്കുക. ഈസ് ബോണ്ട് ടു, ബി ഫോർമുലേഷൻ പ്ലസ് അഡ്ജക്റ്റീവ് കൊടുക്കുക. അപ്പൊ എന്ത് കൊടുക്കണം? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ബോണ്ട് ടു ഇംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഐ ഹോപ്പ് ഇന്ത്യ ഈസ് ബോണ്ട് ടു ഡു മോർ എന്ന് കൊടുക്കുക കേട്ടോ. അത് രണ്ടുപേരും ഒന്ന് ശ്രദ്ധിക്കണേ. The reliability of the law implemented is yet to be seen. Yes, the government should ensure that the scholarship granted to the poor students reach the deserved hands. Yes, the government dismissed all speculations regarding COVID vaccines. Yes, the grant given by the government is a huge consolation for the affected farmers during the floods. Yes, government had granted Air Force for military to the operation the person who has been trapped in Malampura hill cleft for over 48 years. Yes. അപ്പോൾ ഒരു പ്രശ്നമുണ്ടേ ഹരി. അവിടെ ഗവൺമെന്റ് ഹാഡ് ഗ്രാൻഡഡ് എയർഫോഴ്സ് ആൻഡ് മിലിറ്ററി ടു ദി ഓപ്പറേഷൻ അല്ല, ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ഓപ്പറേഷൻ എന്ന് കൊടുക്കണം കേട്ടോ. ഗവൺമെന്റ് ഹാഡ് ഗ്രാൻഡഡ് എയർഫോഴ്സ് ആൻഡ് മിലിറ്ററി ഫോർ പെർമിഷൻ, ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ദി ഓപ്പറേഷൻ എന്ന് കൊടുക്കണം കേട്ടോ. ടീച്ചർ ഇന്റന്റ് എന്നൊരു വേർഡ് ഇല്ലേന്നോ? ഉണ്ട്. ഇന്റന്റ് എന്ന വാക്കുണ്ട്. മറ്റേ നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ എന്ന വാക്കുണ്ട് ഇവിടെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ അതാ കൃത്യമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്. റിമെമ്പർ, ഇവിടുത്തെ ഇന്റന്റ് കണ്ടോ? ടി വെച്ചിട്ട് ഇന്റന്റ്. മറ്റേ ഇന്റന്റ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഇന്റന്റ് ഉണ്ട്. അവിടെ ഇന്റന്റിന്റെ അർത്ഥം എന്താ? അത് വേർബ് ഇന്റന്റ് ആണ്. മനസ്സിലായോ? അത് പറഞ്ഞു തരാതിരിക്കുന്നില്ല, അത് പറഞ്ഞു തന്നേക്കാം. ഒരു ഇന്റന്റ് ഉണ്ട്, ശ്രദ്ധിച്ചോണേ. ഇന്റന്റ് ഉണ്ട്, ഇത് വേർബ് ഇന്റന്റാ. ആ ഇന്റന്റ് എന്താ അർത്ഥം? ആ ഇന്റന്റിന്റെ അർത്ഥം എന്താ? പ്ലാൻ ടു ഡു സംതിങ് അല്ലേ? പ്ലാൻ, ഇന്റന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്, എയിം, പേർപ്പസ് എന്നൊക്കെ തന്നെ ആ അർത്ഥം ഉള്ളത്. പക്ഷെ അത് വേർബാണ്, ഇത് നൗണാ. ഈ ഇന്റന്റിന്റെ നൗൺ ഫോർമുലേഷൻ സെയിം സാധനം തന്നെ, അതിന്റെ വേർബ് ഫോർമുലേഷൻ ആണ് മറ്റേത്. പ്ലാൻ, ഇന്റന്റ്, എയിം എന്നൊക്കെ പറയാം. എയിം ടു ഡു സംതിങ് അങ്ങനെയൊക്കെ പറയില്ലേ? എയിം ഉണ്ട്, ഒരു കാര്യം ചെയ്യുക, വിഷ്, വോണ്ട് എന്നൊക്കെ പറയില്ലേ? വിഷ്, വോണ്ട് അതൊക്കെ ആണ് വേർബ് ഫോർമുലേഷനില്ലേ, അതിനെയാണ് ഇന്റന്റ് എന്ന് പറയാം. അത് കറക്റ്റ് ആട്ടോ. റൈറ്റ്, ഐ ഗെസ്. അടുത്തത് എന്തായിരുന്നു? എവിടം വരെ എത്തി? ഓക്കെ. Whenever a person enter into a person അല്ല, അപ്പൊ enter അല്ല, enters. Whenever a person enters into a public space, it is mandatory to wear a mask. He doesn't get an exemption in punishment even if he is caught by the police for the violation of any law. He caught എന്ന് പറയുമ്പോൾ അവിടെ മീനിങ് കംപ്ലീറ്റ് ആയല്ലോ അനുഷ. He is caught, B+V3 ഫോം, അപ്പോഴാണ് പാസിവൈസേഷൻ വരിക. ഓക്കെ, പാസീവ് ആവുക. അപ്പോൾ ഓർക്കണം, whenever a person enters, പേഴ്സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ സിംഗുലർ വേർബ് കൊടുക്കണം, വേണ്ടേ? കോൺകോഡിലെ ഫസ്റ്റ് റൂൾ. ഹൈക്കോർട്ട് ഓഫ് മഹാരാഷ്ട്ര ഡിസ്ക്രീറ്റഡ് അബൌട്ട് ദ ലോങ് സസ്പെൻഷൻ പീരീഡ് ഓഫ് അവിടെ ഡിസ്ക്രീറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ. ആസ് സ്പെക്കുലേഷൻസ് വർ നോട്ട് ഇനഫ്, ഷീ കുഡന്റ് സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, ഇലക്ഷൻ മസ്റ്റേഴ്സ് ആർ ഗോയിങ് ഓൺ അറ്റ് UP. അവിടെ ഇലക്ഷൻ അസംബ്ലീസ് അല്ലേ? അവിടെ അപ്പസ്ട്രോഫി വേണോ എബില? ടൈപ്പോ എന്ന് വിശ്വസിച്ചോട്ടെ. ദ അഹമ്മദാബാദ് സത്യാഗ്രഹ വാസ് കോസ് ഡ്യൂ ടു not granting the hike in salary of the employees. Okay, the students were instructed to muster in school auditorium. Yes, central government gave grant funds for rebuilding Kerala. Yeah, all right. ഗ്രാൻഡ് ഫണ്ട്സ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, ഗ്രാൻഡ് നൗൺ അല്ലേ? അപ്പോൾ ഗ്രാൻഡ്സിന് കൊടുത്താൽ മതി. നീതു അതുകൊണ്ട് ഫണ്ടിന്റെ ആവശ്യമില്ല കേട്ടോ. ഗവൺമെന്റ് ഹാസ് ഗ്രാൻറ്റഡ് എ ഹ്യൂജ് എമൗണ്ട് ഫോർ ഡിഫൻസ് സെക്ടർ. ഓക്കെ, മസ്റ്ററിന് വിസ്പർ എന്നൊരു മീനിങ്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാവേ. കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അത് കണ്ടില്ലായിരുന്നു. ഇനി സിനണിം ഉണ്ടാവുമായിരിക്കും, ഓഫ് കോഴ്സ് സിനണിം ഉണ്ടാവും. പക്ഷേ സിനണിമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇല്ല, മസ്റ്റർ അങ്ങനെ ഒരു അർത്ഥം ഞാൻ കണ്ടില്ല കേട്ടോ. അത് വിസ്പർ എന്ന അർത്ഥമല്ല, ഞാൻ പറഞ്ഞുതരാം. മസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ആനിമൽ സൗണ്ട് അല്ലേ? അതുണ്ട്. മസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഇറ്റ്സ് നൗൺ ഫോർമുലേഷൻ അല്ലേ? മസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അനിമലിന്റെ സൗണ്ട്. പീക്കോക്ക് ഒക്കെ മസ്റ്റർ ചെയ്യാന്ന് പറയും. ദാറ്റ് മീൻസ് സൗണ്ട്സ് ഓഫ് പീക്കോക്ക്. ഗ്രൂപ്പ് ഇനി അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കളക്റ്റീവ് നോൺ ആണെന്ന് തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് സൗണ്ട്, സൗണ്ട് അല്ല, വിസ്പർ അല്ല ശരിക്കും. ഇറ്റ്സ് ലൈക്ക് പീക്കോക്കിന്റെ ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് എ കളക്റ്റീവ് നോൺ മസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചു. ഇറ്റ്സ് എ കളക്റ്റീവ് നോൺ ആസ് വെൽ.
മസ്റ്റർ എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നോണാ. എന്തിന്റെ കളക്റ്റീവ് നോണാ? പീകോക്സിന്റെ. ക്ലിയർ? ഓർത്തോ, അതാണ് വിസ്പർ എന്നൊരു അർത്ഥം ഇതിന് ഇല്ല കേട്ടോ. എവിടം വരെ എത്തി? Supreme Court gives grant to all the states for implementing Jal Shakti Mission project, which can provide adequate amount of water supply to states. His speculations regarding the K-Rail were not plausible. Okay, the President of India has the discretion to withhold his assent to a bill using the veto power. Yes, the grants given to economically weaker sections are very low. Yes. The speculations made by the research scholar went for the grant of patent. All right. Master political parties is ridiculous. One after every political murder. SEBI declared new norms to provide grant for deceased persons who were killed in pandemic. Yes. SEBI has many discretionary powers. Okay. Wrong speculation can lead to misunderstanding. My speculation is that the intent of my father is to create a master in our family. Okay. അഡ്വൈസ് ആൻഡ് അഡ്വൈസ് പോലെ ഇൻറ്റൻറ്റ് അത് തന്നെ അശ്വതി. യെസ്, അഡ്വൈസും പോലെ ഇൻറ്റൻറ്റ്, കണ്ടന്റും പോലെ പല മീനിങ് വരുന്നില്ലേ, അതുപോലെ ഇത് ചെറിയ വ്യത്യാസം ഉണ്ട്, ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓരോന്നിനും ഓരോന്നാണ്. അതുപോലെ ഞാൻ പറയട്ടെ, കംപ്ലെയിൻ കേട്ടോ അശ്വതി, സെയിം രീതിയിലാണ്. കംപ്ലെയിൻ നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ, അതുപോലെ കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ. റിസ്ട്രെയിൻ അതുപോലെ. ഓക്കെ, എൻ വരെ നിൽക്കുന്നു, മറ്റേതിൽ ടി വരുന്നു, അങ്ങനെ. ഓക്കെ, അതാണ് വ്യത്യാസം. അടുത്തത്, ഐ മസ്റ്റേർഡ് അപ്പ് ദ കറേജ് ടു ഗിവ് സ്പീച്ച്. ഐ അസംബിൾഡ്, മസ്റ്റേർഡ് അപ്പ് കറക്റ്റ്. അത് ഐ മസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ആൾ റൈറ്റ്. ഐ മസ്റ്റേർഡ് അപ്പ് വേണ്ട ആവശ്യമില്ല. ഐ മസ്റ്റേർഡ് ദ കറേജ് കറക്റ്റ്. ശ്രുതി, ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓൺ നാക് ക്രെഡിഷൻ വാസ് നോട്ട് tenable. Okay, intended to submit the project report before deadline. He is burning both ends of the candle. All right, then agreed. He would not act beyond the discretion of his parents. Okay, Parliament has to muster within 6 months after a session. All right. Mistake ആണോ ഇല്ല? ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്തോണേ അതൊന്ന്. Any speculation regarding COVID-19 should be avoided. The GM ordered that all the officers should muster in the conference hall within a minute. Okay. The intention of PMV is to give financial support to pregnant women. Okay. Okay. Yes. Piruburukka mustering about something. പിറുപിറുക്ക വിസ്പർ അല്ലേ? പക്ഷേ അത് എനിക്ക് ഡൗട്ടുണ്ട്, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കിഷോറെ. ഓക്കെ, യു മസ്റ്റ് മസ്റ്റർ ദ കോമ്പണൻസ് ഓഫ് സ്കോളർ ടേബിൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഒന്ന് ശരിക്കും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം കിഷോർ. ഓക്കെ, യു മസ്റ്റ് മസ്റ്റർ ദി കോമ്പണൻസ് ഓഫ് സോളാർ ടേബിൾ ലാമ്പ് ഫോർ ദ വർക്ക്ഷോപ്പ്. ഓക്കെ, ക്ലിയർ. അടുത്ത് നോക്കാവേ, ഒരു സെക്കൻഡ്. Discretion of media, one security threat issue gets big amidst Kerala press unions. Okay, it was an invigorating sight to watch the muster of peacocks flying around. Okay, intention of K-Rail is to complete project by 2025. It is the discretion of officers to inspect the documents by providing grants to the deserved ones. He was intended to do the project by his boss, even if he was not well. Okay, last day, Chief Minister. He was intended to do the project by his boss. അത് തെറ്റാ. അതിനെന്തറിയോ, അവിടെ മീനിങ് മാറിയില്ലേ? ഹിസ് ബോസ് ഇൻറ്റൻഡഡ് ഹിം ടു ഡു. ബോസ് ഇൻറ്റൻഡ് ചെയ്തു അങ്ങേര് ചെയ്യുമെന്ന് എന്നാ, അല്ലാതെ ബോസ് ഇത് ചെയ്യുമെന്നാണോ അവൻ ഇൻറ്റൻഡ് ചെയ്തു എന്നാണോ? അല്ലല്ലോ, ബോസ് വിചാരിച്ചു അവൻ ചെയ്യുമെന്നല്ലേ, അല്ലാതെ ബോസ് ചെയ്യുമെന്ന് അവൻ വിചാരിച്ചു എന്നല്ലല്ലോ. അപ്പൊ അതിന്റെ മീനിങ് മാറി കേട്ടോ. ലാസ്റ്റ് ഡേ ചീഫ് മിനിസ്റ്റർ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പൊ അത് പഴയതല്ലേ സൗമ്യ? അപ്പം ചീഫ് മിനിസ്റ്റർ മസ്റ്റേഴ്സ് വരുമോ? ഇല്ല, ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം ചീഫ് മിനിസ്റ്റർ മസ്റ്റേർഡ് വിത്ത് ഗവർണർ എന്ന് പറയില്ല, മസ്റ്റേർഡ് ഗവർണർ വിളിച്ചു, അസംബിൾ ചെയ്തു, സമ്മൺ ചെയ്തു അല്ലേ? മസ്റ്റേർഡ് ഗവർണർ ഫോർ സ്പീക്കിംഗ് അബൌട്ട് ലോ അദാലത്ത് വിച്ച് ഈസ് ബീങ് അമെൻഡഡ് ബൈ ഗവൺമെന്റ്. ഇറ്റ്സ് മൈ ഡിസ്ക്രിപ്ഷൻ ടു ഡു സോ. Anyone's speculation is not always correct. All right. She arrived the site in intent to muster the workers for giving proper discretion and awareness about the grants. Okay. Intention of life mission project is to give shelter to everyone. Intention spelling is ശ്രദ്ധിച്ചേ ആശ. intention spelling SION അല്ല TION. intent എന്ന noun തന്നെയാണ് intentionും.
ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് TION തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഡ്യൂ ടു റൈസ് ഇൻ കോവിഡ് കേസസ് സർട്ടൻ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള അവോയ്ഡഡ് മസ്റ്ററിംഗ് ഓഫ് CPC കൗൺസിൽ. ഓക്കെ, മർമറാണ്, പെറുപെറുക്ക്, അതാണ്. പക്ഷേ കിഷോർ അങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്കൊരു ഡൗട്ട് വന്നു, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. റിയ ഫ്രെയിംഡ് മെനി റോങ് സ്പെക്കുലേഷൻസ് അബൌട്ട് ഹെർ എംപ്ലോയ് വിത്ത് ആൻ ഇന്റൻഷൻ ടു ഫയർ ഹെർ. ഉറപ്പ് പറയാറ് നമുക്കറിയാലോ, വൊക്കാബ് പലതരത്തിലല്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഐ എം 100% എഫിഷ്യന്റ് ഇൻ വൊക്കാബ് എന്ന് പറയാൻ പറ്റില്ല. ഐ നോ സം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ഐ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ഐ ലെറ്റ് യു നോ. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. ഷെർലക് ഹോംസ് എന്താണ് അത് തന്നെ സുവർണ, അത് മർമറിംഗ് ആണ്. നമ്മളത് മസ്റ്റർ അങ്ങനെ ഒരു മീനിങ് ഉണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ, ഇത് പറയാം. ഓക്കെ, Sherlock Holmes investigated and speculated many cases through his thorough examination to snatch the culprits. Speculation is common in money market. The discretion made in some cases makes me think that the law are with rich people. Law are with law is with rich people. Law എന്ന് പറഞ്ഞാൽ നിയമം എന്നല്ലേ, അപ്പോൾ ആറ് വരില്ല ശ്രീജ, is with കേട്ടോ. ലാക്നെസ് ഇൻ ദ പ്ലോസിബിലിറ്റി ഇല്ല, ലാക്നെസ് അല്ല, ലാക്ക് ഇൻ ദ പ്ലോസിബിലിറ്റി. ലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നൗണാണ് കേട്ടോ, ധന്യ. ലാക്നെസ് പറയില്ല, ലാക്ക് ഇൻ ദ പ്ലോസിബിലിറ്റി ഓഫ് സിൽവർ ലൈൻ പ്രോജക്ട് may force the government to bring down the curtain. Yeah, the intent of the project is to help the poor to meet the needs. Everyone is intent to follow government rules to control spreading of Omicron variant. Maldives is one of the nation അല്ല, one of the nations കേട്ടോ, one of the nations, one of the കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗൺ വരണേ, which mustered parliament under water. Okay, murmuring in the I read about some mustering, like I'll check too. Okay, yeah, എല്ലാവരും കൂടെ. Okay, correct. Whenever the PSC delays to publish results, speculation starts among PSC aspirants. Yes, everyone mustered in the safety area as part of evacuation process. According to the Constitution of India, the citizens have the right to muster peacefully without arms. Okay, intention എന്ന വാക്കുണ്ട് നീന, അതെ ഇന്റൻഷൻ നോക്കിക്കേ, ദേ ഇന്റൻഷൻ. ഞാനിപ്പോൾ ഇന്റൻഷൻ ഉള്ള വാക്കുള്ളതുകൊണ്ടല്ല അതെ ഇന്റൻഷൻ എന്ന് പറഞ്ഞതേ, പക്ഷെ SION അല്ല, TION എന്ന് മാത്രം. SION എന്നുള്ള വാക്കില്ല, TION ഉള്ള ഇത് മാത്രം. ഓക്കെ, നോട്ട് ഓൺലി ഇന്ത്യൻ പ്രസിഡന്റ് പെർഫോം ആക്ഷൻസ് ഓൺലി അണ്ടർ ദ അഡ്വൈസ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ്, ബട്ട് ഓൾസോ ഹി ഹാസ് ഡിസ്ക്രിഷണറി പവേഴ്സ് ടു. ബട്ട് ഓൾസോ ഹി ഹാസ് ദ ഡിസ്ക്രിഷണറി പവേഴ്സ്. പിന്നെ അവിടെ 2 വേണ്ട രാഹുൽ, ബട്ട് ഓൾസോ എന്ന് പറയുമ്പോൾ അതും കൂടി ഉണ്ടെന്ന. അപ്പൊ പിന്നെ അവിടെ 2 എന്ന് പറഞ്ഞാൽ 2ഉം ഓൾസോയും രണ്ടിന്റെ അർത്ഥം ഒരേ അർത്ഥമാണ്, അഡീഷൻ എന്നാണ്. അപ്പോൾ അവിടെ 2 വേണ്ട കേട്ടോ രാഹുലെ, ആ 2 അങ്ങ് കട്ട് ചെയ്തേക്ക്. ഫാമേഴ്സ് മസ്റ്റർ at Delhi against farmers law. Okay, I must a different kind of essays on various topics to study and improve my essay writing skills. Great, Justin. Moving to next set, clinch. അടുത്താണ് clinch എന്ന വാക്ക്. clinch എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രഗിൾ, നൗൺ ആയിട്ട് verb ആയിട്ട് ഉപയോഗിക്കാവേ. സ്ട്രഗിൾ, സ്കഫിൾ, ഫൈറ്റ് അല്ലേ, ഫൈറ്റ് എന്ന് പറയുന്നത് സ്കഫിൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് പറഞ്ഞില്ലേ, പക്ഷെ ഓർക്കണേ ക്ലോസ് ക്വാർട്ടേഴ്സിലാണ്, ഒന്ന് ഓർത്തോണം. ഈ ക്ലിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഫൈറ്റ് അല്ല, ഇൻ ക്ലോസ് ക്വാർട്ടേഴ്സ് ആണ്. ക്ലോസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ മാത്രമാണ് നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നതിനെയാണ് ക്ലിഞ്ച് എന്ന് പറയാം. ക്ലോസ് സർക്കിളിലുള്ള ഫൈറ്റ് അല്ലെങ്കിൽ സ്ട്രഗിൾ അല്ലെങ്കിൽ സ്കഫിൾ ആണെങ്കിൽ 1-2 അല്ലെങ്കിൽ ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഫ്രണ്ട്സ് എന്ന് തന്നെയല്ല, 2 പേരൊക്കെ, ഒരുപാട് പേരുള്ളതാണ് ക്ലിഞ്ച് എന്ന് പറയില്ല. 2 പേരോ 3 പേരോ അതിൽ കൂടുതൽ പോയാൽ അത് ക്ലിഞ്ച് അല്ല. ക്ലിഞ്ച് മീൻസ് വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ 1-2 പേര് ഉള്ള ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് വി സേ ക്ലിഞ്ച്, സ്ട്രഗിൾ, സ്കഫിൾ. പിന്നെ ക്ലിഞ്ച് എന്ന വേർബ് ഉണ്ട്, കൺഫേം ചെയ്യുക, സെറ്റിൽ ചെയ്യുക, സെക്യൂർ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട് ക്ലിഞ്ച്. ഓക്കെ, അടുത്ത ട്യൂമൾട്ടസ്. ട്യൂമൾട്ട് എന്ന് പറഞ്ഞ അർത്ഥത്തിലെ തണ്ടർ എന്നൊക്കെയാണ്. ട്യൂമൾട്ട് എന്ന് പറഞ്ഞാൽ തണ്ടർ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇറ്റ്സ് നൗൺ ട്യൂമൾട്ട്. ബട്ട് ട്യൂമൾട്ടസ് എന്ന് പറഞ്ഞാൽ തണ്ട്രസ്, ടെമ്പസ്റ്റുവസ്, നോയ്സി, ഡെഫനിങ്, ലൗഡ് എന്നൊക്കെയാണ് അർത്ഥം. ട്യൂമൾട്ട് എന്ന് പറഞ്ഞാൽ ഓർത്തോണേ, ട്യൂമൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒച്ചപ്പാട്, ബഹളം എന്നൊക്കെയാണ് അർത്ഥം. ഒച്ചപ്പാട്, ബഹളം, നോയ്സ് എന്നൊക്കെയാണ് ട്യൂമൾട്ട് എന്ന നൗണിന്റെ അർത്ഥം. ട്യൂമൾട്ടസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയുള്ളത്, ഭയങ്കര ലൗഡാണ്, ഡെഫനിങ്, ചെവി അടിച്ചു പോകുന്നത് എന്നൊക്കെ പറയില്ലേ, അതായത് വളരെ ഇറ്റ് വാസ് എ ട്യൂമൾട്ടസ് ട്രിപ്പ്, വളരെ ഒച്ച ബഹളമൊക്കെ ആയിരുന്നു. ഓർ ഇറ്റ് വാസ് എ ട്യൂമൾട്ടസ് ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര ഒച്ച ബഹളമൊക്കെ ആയിരുന്നു, നീ ചെവി കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇറ്റ്സ് ടെമ്പസ്റ്റുവസ് എന്നൊക്കെ ഒരു അർത്ഥമാണ് കേട്ടോ വരുന്നത്, ഓർത്ത് വെച്ചോളൂ. നോയ്സി എന്നൊക്കെ അർത്ഥം. അടുത്ത വാക്ക് പെഡിഗ്രി. നിങ്ങൾ പെഡിഗ്രി കേട്ടുണ്ടാവും, നമ്മുടെ ക്യാറ്റിന്, ഡോഗിനൊക്കെ കൊടുക്കുന്ന ഫുഡ് അല്ലേ, അതിന് പെഡിഗ്രി എന്ന് പേര് എവിടെ നിന്ന് വന്നത് അറിയും? പെഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് യൂസേജിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഹൈ ബ്രീഡ്, നല്ല വലിയ ഇനം അനിമലിനെ വലിയ ഇനം ബ്രീഡില്ലേ, നല്ല ഹൈബ്രീഡിനെ പെഡിഗ്രി എന്ന് പറയും അഡ്ജക്റ്റീവായിട്ട്. അത് എവിടുന്ന വന്നതെന്ന് പറയും. അങ്ങനെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉപയോഗിക്കുന്ന എവിടുന്ന? നൗണിൽ നിന്നാ. പെഡിഗ്രി എന്ന നൗണിന്റെ അർത്ഥം ആൻസിസ്ട്രി, നമ്മുടെ തായ്വേര് അല്ലെങ്കിൽ ഡിസെൻഡ്, ലീനേജ്, ജീനിയോളജി, ആൻസിസ്ട്രി അല്ലെങ്കിൽ ഡിസെൻഡ്, ലീനേജ് എന്ന പെഡിഗ്രി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിൽ നിന്നാണ് പെഡിഗ്രി എന്ന് പറയുന്ന നമ്മുടെ ആനിമൽ ഫുഡ് വന്നില്ലേ, അത് വന്നു കേട്ടോ, അത് ഓർത്തോണം.
ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡൊക്കെ കണ്ടിട്ടുണ്ടാവും, പെഡിഗ്രീന്ന് കണ്ടിട്ടുണ്ടാവും, അതിതാ. ഓക്കെ, അതിൽ നിന്നാണ് വന്നേ, അതൊന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഹൈബ്രിഡ് എന്നാണ് ആനിമൽ ഇതിൻ്റെ ഇതിൽ അത് പറയാറ്. സോ നെക്സ്റ്റ് വൺ ഇസ് എഫർവെസൻറ്റ്. നോക്കി ഞാൻ പറഞ്ഞു, ഇന്നത്തെ അഡ്ജക്റ്റീവ് നല്ല ഒരുപാട് പുതിയ, നമ്മൾ കുറച്ച് കേട്ട് പരിചയമുണ്ട്, എന്നാൽ പഴയതൊക്കെ ആയിട്ട് ചിലർക്കൊക്കെ പഴയത് അറിയായിരിക്കും, ചിലർക്കൊക്കെ പുതിയതായിരിക്കും. സംതിങ് ഈസ് ഫോർ സംബഡി ഇറ്റ് ഇസ് ന്യൂ എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നോക്കുക, എഫർവെസൻ്റ് അടുത്തത്. എഫർവെസൻ്റ് ഒരു അഡ്ജക്റ്റീവാണ്. ഫിസി, നല്ല ബബ്ലി ആയിട്ടുള്ള, ബബ്ലി എന്ന് പറയില്ലേ, മൊത്തം പതയൊക്കെ ഉള്ള, ബബ്ലി ആയിട്ട് ഫുൾ പതച്ചൊക്കെ വരുന്നൊരു സാധനമില്ല, കാർബണേറ്റഡ്, ബബ്ലി ആയിട്ടുള്ള, വളരെ ബബിൾസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് യൂസ് എഫർവെസൻ്റ് എന്ന് പറയും. കാർബണേറ്റഡ് എന്നൊരു അർത്ഥം ഉണ്ടേ, ഓർത്ത് വെച്ചോണം. അതല്ലേ ഫിസി. ഓക്കെ, കാർബണേറ്റഡ്, ബബ്ലി, ഫിസി എന്നൊക്കെ അർത്ഥമുണ്ട്, ഈ പതച്ച് വരുന്ന സാധനം. അല്ലെങ്കിൽ സ്പാർക്ലിംഗ്, നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള, സ്പാർക്ലിംഗ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. വിവേഷ്യസ്, ലൈവ്ലി എന്നുള്ള അർത്ഥമുണ്ട്. വിവേഷ്യസ്, ലൈവ്ലി. വിവ് എന്ന് പറഞ്ഞാൽ ലൈവ് എന്ന അർത്ഥം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മോഡസ് വിവെൻറ്റി എന്ന് പറഞ്ഞാൽ വിവ് എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. വിവ് എന്ന വാക്കിൻ്റെ അർത്ഥം ലൈഫ് എന്നാണ്. ലൈവ്ലി, വിവേഷ്യസ്, ലൈവ്ലി എന്നാണ് അർത്ഥം. ഓക്കെ, ഓർത്തോടെ. എഫർവെസൻ്റ് എന്ന് പറഞ്ഞാൽ സ്പാർക്ലിംഗ്, കാർബണേറ്റഡ്, ബബ്ലി, ഫിസി അല്ലെങ്കിൽ വിവേഷ്യസ് ഓർ ലൈവ്ലി എന്ന വാക്കാണ്. രണ്ട് രീതിയിൽ അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചു. അടുത്ത വാക്ക് ഡിസിസീവ്. എന്ന് പറഞ്ഞാൽ ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഡിസിസീവ് ആണെന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ആയിട്ടുള്ള, അതായത് തീരുമാനം എടുക്കാൻ പറ്റുന്ന എന്നുള്ള അർത്ഥം ഡിസിസീവ് എന്നുള്ള അർത്ഥം. ഡിസിസീവ് ആക്ഷൻ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഡിസിസീവ് മീറ്റിംഗ് എന്നൊക്കെ പറയില്ലേ അത്. സോ ഡിസൈഡിങ്, കൺക്ലൂസീവ്, ഇങ്ങനെ ഒരു കൺക്ലൂഷനും. ഡിസിസീവ് ആണ് എന്ന് പറഞ്ഞാൽ കൺക്ലൂസീവ് ആണ്, ഇതുകൊണ്ട് തീരുമാനിക്കും നമ്മൾ, ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തും, അതാണ് കൺക്ലൂസീവ് എന്നർത്ഥം. റെസൊല്യൂട്ട്, ഫേം എന്നൊരു അർത്ഥം ഡിസിസീവിനുണ്ട്, ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. നമുക്ക് നോക്കാം അടുത്തത്. എവിടം വരെ എത്തിയായിരുന്നു? Okay, the students mustered in the volleyball court for morning assembly. All right, my speculation about High Court assistant exam date is utterly wrong. Okay, though his intentions were genuine, none believed him. My parents always says alla abila എന്ത് മിസ്റ്റേക്കാ കുട്ടി? മൈ പേരൻസ് സെസ്സോ, മൈ പേരൻസ് പ്ലൂറൽ വരുമ്പോൾ മൈ പേരൻസ് ഓൾവേസ് സേ ദ ടൈം ഓഫ് ഗിവിംഗ് ഫുഡ് ടു കിഡ്സ് ബൈ മീ ഈസ് ട്യൂമൾട്ടസ്. ഓക്കെ, ആപ്പിൾ ഫിസ് ഉണ്ടല്ലേ, യെസ്. ആപ്പിൾ ഡ്രിങ്ക്, യെസ്, അതാണ് ഫിസി, യെസ്, പതപതയ്ക്ക് വരുന്നത് അതാണ്. ഐ വാസ് വോക്കൺ അപ്പ് ബൈ ദ ട്യൂമൾട്ടസ് ക്ലിഞ്ച് ഓഫ് മൈ നെയ്ബേഴ്സ്. ഓൾ റൈറ്റ്, ഓക്കെ. അടുത്തത്, ദർ ആർ മെനി സ്പെക്കുലേഷൻസ് ബിഹൈൻഡ് എവറി മെഡിസിൻസ് സജസ്റ്റഡ് ബൈ എ doctor, so we must take medicines after consulting him. Yes, due to hike in Omicron, stringent rules from government that there was no tumultuous New Year celebration. Yeah, Mirabai Chanu clinched silver at the Tokyo Olympics. Yes, it is very difficult to take class in a tumultuous surroundings. Okay, the kids clinched over silly matters, leaving their parents perplexed regarding what to do as next resort in order to calm them. Okay, in order to calm them. Okay, market area is usually tumultuous. When my cousins summoned at my home, it was tumultuous days. Okay, all right. He always boast alla, boss. He singular alla, appo boss vitamin C. He always boasts of his pedigree. Prior techniques create tumultuous sound. Okay, Nasri is a fizzy girl. All right. അടുത്ത സെറ്റിലോട്ട് പോട്ടെ. ഇൻസെസൻറ്റ് എന്ന വാക്ക് അടുത്ത് കേട്ടോ. ഇൻസെസൻറ്റ് എന്ന് പറഞ്ഞാൽ സീസ്ലെസ്, അൺസ്റ്റോപ്പബിൾ എന്നൊക്കെ പറയില്ലേ, ദാറ്റ് സീസ്ലെസ്. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ സീസ്ലെസ് എന്ന് പറഞ്ഞാലോ അൺസ്റ്റോപ്പബിൾ. അല്ലേ, അൺസ്റ്റോപ്പബിൾ, സീസ്ലെസ്, കോൺസ്റ്റന്റ്, അൺഅബേറ്റിംഗ്, എൻഡ്ലെസ് എന്നൊക്കെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, മറക്കരുത്. സീസ്ലെസ്, കോൺസ്റ്റന്റ്, അൺഅബേറ്റിംഗ്, എൻഡ്ലെസ് എന്നൊക്കെയാണ് ഇൻസെസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് ഡിലീരിയസ്. അഡ്ജക്റ്റീവ് കണ്ടോ, ഞാൻ പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഇന്നത്തെ PDF നിങ്ങൾ എല്ലാവരും ഒന്ന് കയ്യിലെടുത്ത് വെച്ചോ, പഠിക്കുക. ഒരുപാട് വാക്കുകളുണ്ട്. ഡിലീരിയസ് മീൻസ് ഇൻകൊഹറന്റ്, റേവിങ്. ഓക്കെ, ഇൻകൊഹറന്റ്, റേവിങ് എന്നൊരർത്ഥമുണ്ട്. അതായത് മനസ്സിലാക്കാൻ പറ്റാത്തതൊരർത്ഥം, അതാണ്. അത്ര ഒരു ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക്, ആകെപ്പാട് റിയലി കൺഫ്യൂസ്ഡ്. ഇൻകൊഹറന്റ് എന്നൊരർത്ഥം, റേവിങ് ആണ് എന്നൊരു അർത്ഥമുണ്ട് ഡിലീരിയസിന് ഒന്ന്. വേറൊരു അർത്ഥം ഡിലീരിയസിന് എക്സ്റ്ററ്റിക്.
അതായത് നിർവൃതിയിൽ നിൽക്കുകയാണ്. വെരി മച്ച് ഡിലൈറ്റഡ്, ഓവർ എക്സൈറ്റഡ്, ലൈറ്റഡ്, എക്സൈറ്റഡ്, എക്സ്റ്ററ്റിക് എന്നൊക്കെ അർത്ഥം. വളരെ എക്സൈറ്റഡ് ആണ്, അതായത് എന്താണ്, സന്തോഷത്തിന് നിർവൃതിയിലെത്താണ്, എലൈറ്റഡ് ആണ് എന്നുള്ള അർത്ഥമില്ലേ, അതിനെയാണ് എന്നാൽ സന്തോഷത്തിന് ഉച്ചിയിലെത്തുക എന്നൊക്കെ പറയില്ലേ. ദാറ്റ് ഈസ് വാട്ട് എക്സ്റ്ററ്റിക് ഓർ എലൈറ്റഡ് ഇസ്. അടുത്തപോലെ എക്സൈറ്റഡ്, എക്സൈറ്റഡ് ആസ് വെൽ. അടുത്ത വാക്ക് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എൻഗ്രേവ് ചെയ്യുക, കാർവ് ചെയ്യുക, ഇൻസ്ക്രൈബ് ചെയ്യുക, ഇൻസൈസ് ചെയ്യുക, ഇംപ്രിന്റ് ചെയ്യുക. അത് എഴുതി വെക്കുക, നമ്മളിങ്ങനെ കുറിച്ച് വെക്കുകയാണെങ്കിൽ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ, അതാണ് എച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാർഡ് സർഫേസിലൊക്കെ നമ്മളിങ്ങനെ കുറിച്ച് വെക്കുക, കാർവ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയില്ല. ദാറ്റ് ഈസ് എച്ച്. ഓക്കെ, അടുത്ത വാക്ക് ഡിസർവീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസർവീസ് എന്ന നൗണ്. ഹാം, അൺകൈൻഡ്നെസ്, ഡാമേജ്, ഇഞ്ചുറി. കേട്ടോ, അൺകൈൻഡ്നെസ് ദയില്ലായ്മ അല്ലേ. അതുപോലെ തന്നെ ഹാമാണ്, ദോഷമാണ് മറ്റുള്ളവർക്ക്. അല്ലെങ്കിൽ ഡാമേജ്, ഇഞ്ചുറി, ഇൻജസ്റ്റിസ് എന്നൊക്കെ പറയും. അന്യായമാണത് എന്ന് പറയില്ലേ, ഇൻജസ്റ്റിസ് ആണ് എന്ന് പറയും. ഇൻജസ്റ്റിസ്, ഇഞ്ചുറി, ഡാമേജ്, അൺകൈൻഡ്നെസ്, ഹാം എന്നൊക്കെയാണ് ഡിസർവീസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്കാണ് കവറ്റ്. കവറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിസയർ, ആഗ്രഹിക്കുക. ക്രേവ്, അതിയായ ആഗ്രഹത്തിൽ, ഡിസയർ, ക്രേവിങ് ഫോർ സംതിങ് എന്ന് പറയുമ്പോൾ കവറ്റ് എന്നർത്ഥം. ഓക്കെ, വോണ്ട്, യു വോണ്ട് സംതിങ്. ഇറ്റ്സ് നോട്ട് നീഡ്, ആവശ്യമല്ല. ഐ വോണ്ട് ഇറ്റ്, എനിക്കത് വേണം, ആഗ്രഹമാണ്. ഐ വോണ്ട് ടു ബി സംതിങ്, ഐ വോണ്ട് ടു ബി സംബഡി എന്നൊക്കെ പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്. ഐ ഫാൻസി ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ റിയലി ലൈക്ക് ഇറ്റ്, ഐ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് റിയലി വോണ്ട് ഇറ്റ്. അതാണ് അർത്ഥം. ഓർത്ത്, കവറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. എ ക്ലിഞ്ച് ബിറ്റ്വീൻ ഹിയർ ഫ്രണ്ട്സ് വാസ് ബിക്കെയിം വരില്ല കേട്ടോ. ബിക്കെയിം മതി, വാസ് അവിടെ കട്ട് ചെയ്തോ. എ ക്ലിഞ്ച് ബിറ്റ്വീൻ ഹിയർ ഫ്രണ്ട്സ് ബിക്കെയിം tumultuous. In William Shakespeare's The Tempest, there are tumultuous scenes in between. In between ഇന്ന് വരില്ല, ഇൻ ബിറ്റ്വീൻ ഇന്ന് വരില്ല കിഷോറെ, ഇൻ ബിറ്റ്വീൻ മതി. അതിൻ്റെ ലാസ്റ്റത്തെ ഇന്നും കട്ട് ചെയ്ത് കളയാം. We were late for the party, there was being played അല്ല, there played tumultuous music. We were late for the party, there played tumultuous music. There was being played വേണ്ട, there played tumultuous music as a clinch between my mother and I. As a clinch between, as a fight ആണോ, as a fight between my mother and I ആണോ, അല്ല, my mother and me. Between എന്ന് പറഞ്ഞാൽ എന്താ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വരണം അല്ലേ. ഓക്കെ, ശ്രദ്ധിച്ചോണേ, ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷനാണ് അല്ലേ. ബിറ്റ്വീൻ മൈ മോം ആൻഡ് ഐ. സ്പോട്ട് ദ എറർ. ചോദിച്ച എന്ത് എഴുതണം, എറർ. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബിറ്റ്വീൻ ഇസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വരണം അല്ലേ. ബിറ്റ്വീൻ ഒരു പ്രിപ്പോസിഷനാണ്, പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് വരണം. മൈ മോം ഒബ്ജക്റ്റ് ആണല്ലോ. നൗണിന്റെ ഇത് തന്നെ രണ്ട് ഇതുണ്ട്, ഓർക്കണം. ഒബ്ജക്റ്റ് 1 ഇതാണ്, പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ് 2 ഉണ്ട്. ഇത് ഒബ്ജക്റ്റ് 2 ആ വരേണ്ടത്. ഒബ്ജക്റ്റ് 2 എന്ന് പറയുമ്പോൾ എന്താ, ഐ ആണോ ഒബ്ജക്റ്റ് 2? അല്ല, മീ. ബിറ്റ്വീൻ മൈ മോം ആൻഡ് മീ. ഓക്കെ, അടുത്തത് എന്താ, ഇറ്റ്സ് ഇല്ലീഗൽ ടു കണ്ടക്ട് tumultuous parties at night. Yes, since Rintumis's classes are quite effervescent, I try my best to attend them. That's great. Thank you so much. It's very difficult for me to study in a tumultuous environment. Yeah, APJ Abdul Kalam's effervescent speech was enough to inspire individuals who are always ardent to follow their dreams even though they come from a economically weaker community. Yes. Okay, Binsi, that's great. Opposition leaders urge our governor's speech, urge that. അവിടെ ദാറ്റ് കൊടുക്കണം കേട്ടോ. എന്താണ് സൗമ്യ, ഓപ്പോസിഷൻ ലീഡേഴ്സ് urge that our governor's speech is effervescent, full stop. എന്നിട്ട് അടുത്തതായിട്ട് അല്ലെങ്കിൽ and it mainly focuses the illegal governance of authorities. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇറ്റ് വന്നില്ല, അല്ലെങ്കിൽ ഒന്നുകിൽ കോമ ഇട്ട് കൊടുക്കുക കേട്ടോ സൗമ്യ. ഓപ്പോസിഷൻ ലീഡേഴ്സ് urge that our governor's speech is effervescent, comma, it mainly, അല്ലെങ്കിൽ and it mainly focuses the illegal governance of the authorities. Okay. Neeraj Chopra gold winning at Tokyo. Neeraj Chopra's gold winning. Neeraj Choprayude gold winning. കേട്ടോ, Neeraj Chopra's gold winning at Tokyo Olympics was a delirious moment for India. Yeah. The teacher admonished the students to take incessant efforts to achieve their goals. All right. I covet HCA post. I really covet a job. I covet a government job. The couple etching their name on the rocket, even if it is too hard. The couple എച്ചിങ് ആണോ അവിടെ കൊടുക്കേണ്ടത്. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ബി ഫോർമുലേഷൻ കൊടുക്കണ്ടേ, ഈസ്, വോസ്, ആം, ആർ ഏതെങ്കിലും കൊടുക്കണ്ടേ, അത് കൊടുക്കുക കേട്ടോ. റിസീവിംഗ് ആൻ അഡ്വൈസ് മെമ്മോ വിൽ ബി എ ഡെലീരിയസ് ഫീലിംഗ്. ഓൾ റൈറ്റ്.
Teachers have to clinch with the students due to their tumultuous behavior in the class. Yes. At 24/7, helping to increase our covet. Our covet. Covet is verb ആണ്. കവറ്റ് വേർബ് ആണ് ആക്ച്വലി നോട്ട് നൗൺ. അവർ കവറ്റ് എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ ഒരു നൗൺ വേണ്ടേ? അപ്പോൾ അവിടെ കവറ്റ് എന്ന് വരില്ല, അവർ ഡിസയർ എന്ന് തന്നെ വരണം. ഓക്കെ. അവിടെ 24/7 ഹെൽപ്പിംഗ് അല്ല, അവിടെ 24/7 ഈസ് ഹെൽപ്പിംഗ്. കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ അതിൻ്റെ ബി ഫോർമുലേഷൻ കൊടുക്കണ്ടേ? അപ്പോൾ അതൊന്നും തെറ്റ് വരുത്താൻ നോക്കുക. അവിടെ 24/7 ഈസ് ഹെൽപ്പിംഗ് ടു ഇൻക്രീസ് our desire for self-dependence. Okay. The incessant high temperature during daytime causes disservice to people. Okay. His disservice attitude always surprise ആണോ? അല്ല, surprises me. അവന്റെ disservice singular ആണ്, അപ്പൊ അതിന്റെ കൂടെ singular verb കൊടുക്കുന്നത് surprises me. Okay. Someone's disservice causes make grand mistake to majority. അല്ല. Someone's disservice causes error അല്ലെങ്കിൽ കോസസ് ഗ്രാൻഡ്. ആ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അലൗ എന്നർത്ഥം, അവിടെ ആ ഗ്രാൻഡ് വരില്ല. അപ്പോൾ കോസസ് മേക്കിംഗ് ഗ്രാൻഡ് മിസ്റ്റേക്ക് അങ്ങനെ കൊടുക്കുക. മേക്കിംഗ് ഗ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ ഗ്രാൻഡ് ആണോ, ഹ്യൂജ് മിസ്റ്റേക്ക് ആണോ? എങ്കിൽ ഗ്രാൻഡ് ഡി ആണ്, ഗ്രാൻഡ് മിസ്റ്റേക്ക് ടു ദ മെജോറിറ്റി. കേട്ടോ ഗുരുദാസ്? Incessant hard work will surely yield to success. Yeah, we should prepare in an incessant manner to attain our goal. Is COVID be an incessant വരില്ല. ഈസിൻ്റെ കൂടെ ബി വരുമോ? ഇല്ല. Is COVID an incessant? Incessant what? Incessant പാൻഡമിക് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസെസന്റ് എപ്പിഡമിക് എന്ന് കൊടുക്കുക. ഇസ് കോവിഡ് ആൻഡ് ഇൻസെസന്റ് എപ്പിഡമിക്. ഇൻസെസന്റ് എന്ന് ആൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൗൺ വേണം, നിർബന്ധം. ആനും എയുടെ കൂടെ ദയുടെ കൂടെ ആർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ കൂടെ നൗൺ വേണ്ടേ? പിന്നെ ഈസിനോട് പിന്നെ ബി വീണ്ടും കൊടുക്കരുത്. ഈസ് ഫോർമുലേഷൻ ഇസ് ബി, ബിയുടെ കൂടെ വീണ്ടും ബി. നോ, ഡോണ്ട് യൂസ് ദാറ്റ്. അശ്വതി ശ്രദ്ധിക്കണേ. ഇറ്റ് വാസ് എ കവറ്റസ് നേച്ചർ. അത് കറക്റ്റാ. കവറ്റസ് ഇസ് അഡ്ജക്റ്റീവ്. കറക്റ്റാ. ഇൻ which labeled her the fame. Okay. We used to etch our names on the trees. Okay. Yes, we used to. നമ്മളെല്ലാം എഴുതാറുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. Childhood days. Learning is incessant. Yes. There were a lot of delirious vocabularies. Kishore, vocabulary uncountable noun. ശ്രദ്ധിക്കണേ. Alphabet, അക്ഷരമാല, uncountable. Vocabulary, uncountable. വൊക്കാബുലറി അൺകൗണ്ടബിൾ നൗണ. രണ്ടും ശ്രദ്ധിക്കണേ. റിമെമ്പർ എവ്രിബഡി, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആൽഫബറ്റ് എന്ന് പറഞ്ഞ അക്ഷരമാല, ഒറ്റ സെറ്റ് ഓഫ് വേർഡ്സ്, 26 വേർഡ്സ് എത്രയാണോ അത് മനസ്സിലായോ? അതുപോലെ വൊക്കാബുലറി എന്ന് പറഞ്ഞ വാക്ക് സമ്പത്ത് എന്നാണ്, വേർഡ് പവർ എന്നാണ്. സോ ഇത് രണ്ടും എന്താണ്? അൺകൗണ്ടബിൾ ആണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിക്കണേ. നോട്ട് ഇറ്റ്. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ്. ഓൾ റൈറ്റ്. അപ്പോൾ വൊക്കാബുലറീസ് എന്നും പറയില്ല, അതിൻ്റെ കൂടെ ആറെന്ന് ഉള്ള യൂസേജ് ഉപയോഗിക്കില്ല, അല്ലെ പ്ലൂറൽ സെൻസിൽ അത് പറയില്ല. വൊക്കാബുലറീസ് എന്ന് പറയില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എ ആൻ പോലെയുള്ള കാര്യവും നമ്മൾ ഉപയോഗിക്കില്ല. അൺകൗണ്ടബിളിൻ്റെ കൂടെ എ ആൻ എന്ന ഇതുപോലെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലത്. ഫ്യൂ മന്ത്സ് ബാക്ക് അല്ല, ഫ്യൂ മന്ത്സ് എഗോ, അല്ലെങ്കിൽ അല്ല ഫ്യൂ മന്ത്സ് ബാക്ക് എന്ന് നമ്മൾ പറയില്ല. ഫ്യൂ മന്ത്സ് എഗോ ദി ന്യൂസ് വാസ് ഫുൾ ഓഫ് ഡിസർവിസ് ആക്ട് ടുവേർഡ്സ് ഡോഗ്സ്. ഓക്കെ. എവ്രി വൺ ഫ്യൂ മന്ത്സ് ബാക്ക് എന്ന യൂസേജ് തെറ്റാതെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ട് എഗോ വരത്തുള്ളൂ. ഈ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് എഗോ ആവാറുണ്ട്. എവ്രി വൺ മസ്റ്റ് എച്ച് ദെയർ ഓൺ മിസ്റ്റേക്സ് ഇൻ മൈൻഡ്. ദെയർ ഓൺ അല്ല കേട്ടോ ഗുരുദാസ്. എവ്രി വൺ മസ്റ്റ് എച്ച് ഹിസ് ഓൺ മിസ്റ്റേക്സ് in mind. Every success will be delirious when it is the culmination of a covet. Covet noun അല്ല, it's a verb. ആ covet എന്ന് ഉപയോഗിക്കരുത് ബിൻസി കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടിരിക്കുന്നത് the covet to obtain. തെറ്റ്. covet is not a noun. പ്ലീസ് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ അല്ലായിരുന്നു, എനിക്കിനി ഡൗട്ട് ഉണ്ട്. ഇനി ഉണ്ടോ? നിങ്ങൾ എല്ലാവരും പറയുമ്പോൾ എനിക്കൊരു ഡൗട്ട്. കവറ്റ് വേർബ് മാത്രമേ ഉള്ളൂ. കവറ്റ് ഇസ് വേർബ്, നോട്ട് എ നൗൺ കേട്ടോ. കവറ്റ് വേർബ് മാത്രമുള്ള നൗൺ ഇല്ല. ഞാൻ പിന്നെ നോക്കിയായിരുന്നു അത്. എന്നാലും നിങ്ങൾ പറഞ്ഞല്ലേ ഓർത്ത് നോക്കിയതാണ്. കവറ്റ് നൗൺ അല്ല, വേർബ് മാത്രമാണ്. സോ അതുകൊണ്ട് അതിനെ നിങ്ങൾ നൗണായിട്ട് ഉപയോഗിക്കരുത്. എ കവറ്റുന്നു, ആൻ കവറ്റുന്നു, ദ കവറ്റുന്നു പറയരുത്. ബിക്കോസ് ഇറ്റ്സ് വേർബ് ആൻഡ് ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ് ആസ് വെൽ കേട്ടോ. കവറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റീവ് വേർബാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം കവറ്റ് വേർബ് മാത്രമാണ്, അല്ലാതെ നൗൺ അല്ല. നമ്മൾ ഇന്ത്യൻ്റെ ഒക്കെ പറയുന്ന ഒരു നൗൺ അല്ല. അതൊന്നും ശ്രദ്ധിച്ചോണം എല്ലാവരും കേട്ടോ. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. പിന്നെന്താ മനസ്സിലായോ? റിഗാർഡിംഗ് മോക്ക് ടെസ്റ്റ്
അശ്വതി കിട്ടിയില്ല, അന്ന് ഇന്ന് കിട്ടും കേട്ടോ. ഇന്നലെ വൈകുന്നേരം അയക്കുന്നതാണ് മാനേജ്മെന്റ് എന്നോട് പറഞ്ഞത്. ടെക്നിക്കൽ ടീമുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. അവർ ഇന്നലെയാണ് അയക്കാൻ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്, അവർ അയക്കും. ഇന്നലെ കിട്ടില്ലെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. എന്നിട്ട് ഇനി ഇല്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഐ ജസ്റ്റ് കോൺടാക്ട് ദം. ഞാൻ ഇന്നലെ രാവിലെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം, എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഇൻഫോമിംഗ് മീ. ഐ ടെൽ ദം. ഓക്കെ, there is incessant struggle for power throughout the history of mankind. Okay, he searched for her pedigree in order to find out her real parents as she was adopted. Okay, the desire for a secure job is deep in our hearts. അല്ല, ആൽഫബറ്റ് ആണ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ നൗണ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ എന്നൊരർത്ഥമുണ്ട്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ നൗണാണ്. ഞാൻ പറഞ്ഞില്ല, വുഡ് എന്ന് പറഞ്ഞാൽ വിറക്. വുഡ്സ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ഫോറസ്റ്റ്, പ്ലൂറൽ നൗണാണ് വുഡ്സ്. അങ്ങനെ പ്ലൂറൽ നൗണ് വുഡ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, വുഡ് എന്ന് പറഞ്ഞാൽ വിറക്. അതുപോലെ ആൽഫബറ്റ്. ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരമാല, അൺകൗണ്ടബിൾ നൗണാണ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെറ്റേഴ്സ് എന്ന് പറയും. അക്ഷരങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അക്ഷരങ്ങൾ ഈ ലെറ്റേഴ്സ് അല്ല, മനസ്സിലായി? അത് പ്ലൂറൽ ഉപയോഗിക്കുമ്പോൾ റെയർ കേസിൽ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കരുത് കേട്ടോ, പ്ലീസ്. Article gives H with art forms shows Neolithic age. Yes, a few months. One day, few negative. അയ്യോ, ഫ്യൂ ആയിരുന്നു അത്, ഞാൻ ശ്രദ്ധിച്ചില്ല അശ്വതി. യെസ് യെസ്, ആ ഫ്യൂ വേണം. ഫ്യൂ മന്ത്സ് വരുന്നത് കേട്ടോ ശ്രീജ. ഒരിക്കൽ കൂടി ഒരു എറർ കൂടെ ഉണ്ട് ശ്രീജ അവിടെ. ഫ്യൂ മന്ത്സ് ബാക്ക് അല്ല, ഫ്യൂ മന്ത്സ് എഗോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്യൂ മന്ത്സ് എഗോ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നർത്ഥം. വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ സീറോ എന്നുള്ള അർത്ഥമാണ്, നോ എന്നുള്ള അർത്ഥമാണ്. He gave my many surprises on my birthday, so it was a delicious day for me. Okay, over reservations in many government jobs is a disservice towards many people. Okay, my parents were delirious when I come home from hostel. Okay, few use for countable ആണോ, little use for uncountable ആണോ? യെസ്, few use for countable, uncountable കൂടെ ലിറ്റിലും. ഫ്യൂ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസ് ആണ്, ആ ഫ്യൂം ലിറ്റിലും ആണ് പോസിറ്റീവ് സെൻസ് കേട്ടോ, അതോട് ഓർത്ത് വെച്ചോളാം. കർണാടക ഹിജാബ് ഇഷ്യൂ വാസ് etched in India's history as black mark and it's a disservice among countries which following അല്ല, which is following countries which are following, sorry, which countries which follow, ഒന്നെങ്കിൽ which follows democracy അല്ലെങ്കിൽ which are following democracy. ഏതാണെന്ന് വേണമെന്ന് ഹരി തീരുമാനിച്ചോ. which countries which are following democracy or which follow democracy. Okay, the disservice shown to a fellow being will be etched in his mind and it hurts a lot. Okay, good morning Aisha. എല്ലാ അഡ്ജക്റ്റീവ് വേർഡ്സും നൗൺ ഫോമിലുള്ള വേർഡ് ഉണ്ടാകുമോ? ഇല്ലില്ല, അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവണം നിർബന്ധമില്ല കേട്ടോ ദേവമയ. ഓക്കെ, ക്ലിയർ. അപ്പോൾ മൂവിങ് ഓൺ ടു അവർ ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, നീറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്. ഇന്നത്തെ ആർട്ടിക്കിൾ നീറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് അപ്പ് ഇട്ടേ ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് എവറി വൺ. ഇപ്പം നമ്മൾ ലൈവിലുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടേ. ഞാനത് പറഞ്ഞു തരണോ? ഡു ഐ നീഡ് ടു ടെൽ യു എവറി ഡേ? ലൈക്ക് ഇടുക, ഷെയർ ഇറ്റ് എമംഗ് ഫ്രണ്ട്സ് എന്ന് പറയണോ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ നീറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, നീറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, കവറ്റ് ഫോർ ബിഗ് തിങ്സ് ഇൻ ലൈഫ് മസ്റ്റ് ബി താങ്ക്ഫുൾ ഫോർ. കവറ്റ് എന്ന് പറയില്ല, കവറ്റ് ഡിസയർ നൗൺ ആണ്, കവറ്റ് നൗൺ അല്ല. കവറ്റ് വേർബ് ആ കുട്ടി, ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. കവറ്റ് വേർബ് മാത്രമായിട്ട് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഡോൺ ക്ലിഞ്ച് വിത്ത് യുവർ ഫ്രണ്ട്സ് ഇൻ ഇറ്റ് വിൽ ഡിസർവീസ് യുവർ ബോഡി. ഓക്കെ, ഡിസർവീസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് നൗൺ ആസ് വെൽ. ഇവിടെ ഡിസർവീസ് ഉപയോഗിച്ചേക്കുന്നത് വേർബായിട്ട്. നോക്കിയേ, ഡിസർവീസ്, ഇറ്റ് വിൽ ഡിസർവീസ് എന്ന് പറയില്ല ആശ. ഇത് വേർബ് അല്ല, നൗൺ ആണ്. കവറ്റ് വേർബാണ്, ഡിസർവീസ് നൗൺ ആണ്. അപ്പൊ ഡിസർവീസ് എന്ന് നമ്മൾ സർവീസിന്റെ ഓപ്പോസിറ്റ് അല്ല ഡിസർവീസ് കേട്ടോ, ഓർക്കുക. അത് നിങ്ങൾ തെറ്റ് പറ്റിക്കരുത് കേട്ടോ. ഇറ്റ് വാസ് എ ഡെലിഷ്യസ് മൊമെന്റ് ഫോർ മീ വെൻ ഐ ഗോട്ട് എ പൊസിഷൻ ഇൻ ദ റാങ്ക് ലിസ്റ്റ്. ഗ്രേറ്റ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഇതാണ്, നീറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്. ഗവർണർ ഷുഡ് നോട്ട് ഡിലേ അസെന്റ് ടു തമിഴ്നാഡുസ് ബിൽ ഫോർ എക്സംഷൻ ഫ്രം മാൻഡേറ്ററി അഡ്മിഷൻ ടെസ്റ്റ്. അപ്പൊ ഗവർണർ എന്ത് ചെയ്യരുത്? ഡിലേ ചെയ്യരുത്. ഒരു ഒപ്പീനിയൻ ആണ്, സജഷൻ ആണ്. ഗവർണർ ഡിലേ ചെയ്യരുത്. എന്ത്? അപ്രൂവൽ ടു തമിഴ്നാഡുസ് ബിൽ ഫോർ എക്സംഷൻ, ഇമ്മ്യൂണിറ്റി ഫ്രം മാൻഡേറ്ററി അഡ്മിഷൻ ടെസ്റ്റ്. ഈ മാൻഡേറ്ററി അഡ്മിഷൻ ടെസ്റ്റ്, നീറ്റിന്റെ അഡ്മിഷൻ ടെസ്റ്റ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. അത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? അത് ഗവൺമെന്റ് ഒന്ന് അവോയ്ഡ് ചെയ്ത് കൊടുക്കണം. ആർക്ക്? തമിഴ്നാടുവിന്. അവരൊരു ബില്ല് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗവർണർ അതൊന്ന് ഡിലേ ചെയ്യാതെ അതിന് അപ്രൂവൽ കൊടുക്കണമെന്നാണ് ഇവിടെ ഓർഡർ പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നോക്കാം. While the Tamil Nadu Assembly passing once again its earlier bill seeking to exempt government seats in undergraduate medical and dental college courses from the National Eligibility Cum Entrance Test NEET, the ball is once again in the court of Governor R.N. Ravi. The governor had chosen to return to the House for consideration the bill that was passed in September 2021, questioning the tenability of the Justice A.K. Rajan committee report that had given its findings in favor. പറഞ്ഞതാണ്, തമിഴ്നാട് ഒരു ബില്ല് പാസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്.
തമിഴ്നാട് അസംബ്ലി വീണ്ടും പാസ് ചെയ്തിട്ടുണ്ട് വൺസ് അഗൈൻ പഴയ ബില്ല്, ഏർലിയർ ബിൽ സീക്കിംഗ് ടു എക്സെംപ്റ്റ് ഗവൺമെന്റ് സീറ്റ്സ്. ഗവൺമെന്റ് സീറ്റ് എക്സെംപ്റ്റ് ചെയ്യണം, ഒഴിവാക്കണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ഇതിന് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡെന്റൽ കോഴ്സുകൾക്ക് വേണ്ടി, നീറ്റിന്റെ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ ഇതിലെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സീറ്റുകളിലെ ഉള്ള അഡ്മിഷൻ, അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഗവൺമെന്റ് സീറ്റുകൾ എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നീറ്റിന്റെ ഇത് ഒഴിവാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിങ്ങനെ അവർ ബില്ലിങ്ങനെ വീണ്ടും അത് അവർ പാസ് ചെയ്യുമ്പം തമിഴ്നാട് ഗവൺമെന്റ് അത് പാസ് ചെയ്യുമ്പോൾ ബോൾ ആരുടെ കയ്യില? ഗവർണറിന്റെ കയ്യില, RN രവിയുടെ കയ്യിലാണ്. ഗവർണർ RN രവിയുടെ കയ്യിലാണ് ബോൾ കൈയെടുക്കുന്നത്. And he had chosen to return to the house for reconsideration. ഈ ബില്ല് ഒന്ന് പാസ് ചെയ്യുന്ന റീകൺസിഡറേഷൻ സെപ്റ്റംബർ 2021 ഈ ബില്ല് പാസ് ചെയ്തായിരുന്നേ. ഇത് വീണ്ടും റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഹൗസിലോട്ട് വീണ്ടും വരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ക്വസ്റ്റനിങ് ദ ടെനബിലിറ്റി, റിലയബിലിറ്റി, എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം, റിലയബിലിറ്റി, ടെനബിലിറ്റി, റിലയബിലിറ്റി, ഞാൻ പറഞ്ഞില്ലേ, ഓഫ് ജസ്റ്റിസ് AK രാജൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ് AK രാജൻ കമ്മിറ്റി റിപ്പോർട്ട് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, അതിന്റെ റിലയബിലിറ്റിയെ പറ്റിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഫൈൻഡിങ് ഇൻ ഫേവർ, ആ ഫൈൻഡിങ് എന്തിന്റെ ഫേവർ ആയിരുന്നു? ഓഫ് ദ പാസേജ് ഓഫ് സച്ച് എ ലോ, ഈ ലോയുടെ പാസേജ്, പാസ് ചെയ്യുക അല്ലെ, പാസ് ചെയ്യുക, പാസിംഗ് ഓഫ് ദ ലോ എന്നാണ് പറയുന്നത്. അപ്രൂവൽ, പാസേജ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ of the law. The DMK regime അറിയാലോ, rule has thrown down the gauntlet. They issue a challenge as the constitution is clear as far as the governor's course of action is concerned. If bill is presented to him again, Mr. Ravi is constitutionally bound to grant assent. It is a matter of speculation whether the bill will obtain presidential nod, but the episode raises a question whether the governor could not have avoided the current situation by reserving the bill for the president instead of returning it. After all, this is clearly a bill that requires the president's acceptance. The exemption from NEET is in. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, രവിക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെ, ഈ ഒരു ബില്ല് ഒരു തവണ സെപ്റ്റംബർ 2021 പാസ് ചെയ്ത ബില്ല, പിന്നെയും ഈ ബില്ല് റിട്ടേൺ ചെയ്ത് കൊടുക്കും, അത് പാസ് ചെയ്ത് റിട്ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ അത് രവി ചെയ്ത ഒരു തെറ്റായ കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ DMK റഷീം എന്ന് പറഞ്ഞാൽ അവർ ഇഷ്യൂ ചെയ്തു, അല്ലെ, ത്രോൺ ദ ഗോൺലെറ്റ് എന്ന് പറഞ്ഞാൽ ദേ ഇഷ്യൂഡ് എ ചലഞ്ച്, ഒരു ചലഞ്ച് അവരെന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷന്. ആസ് ഫർ എസ് എന്തിനു വേണ്ടിയിട്ട്? ചലഞ്ച് ആസ് ഫർ ആസ് ഗവർണറിന്റെ കോഴ്സ് ഓഫ് ആക്ഷൻ ഇസ് കൺസേൺ. ആ ഗവർണർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ, ബില്ല് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ, അതായത് ഒരു ബില്ല് ഗവർണർക്ക് നമ്മൾ പ്രസന്റ് ചെയ്ത ഹീസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതനുസരിച്ച് ഹീസ് ബൗണ്ട് ടു എന്ന് പറയുമ്പോൾ ഹീസ് സർട്ടൺ ടു ഗ്രാൻഡ്, അത് ഉറപ്പായിട്ടും അത് ഗ്രാൻഡ് ചെയ്യണം, അപ്രൂവ് ചെയ്യണം, അല്ലെ, അപ്രൂവൽ ചെയ്ത് കൊടുക്കണം, അപ്രൂവൽ കിട്ടണം എന്നാണ് പറഞ്ഞത്. ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം, അപ്രൂവൽ ചെയ്ത് കൊടുക്കണം, അലോ ചെയ്യണം അപ്രൂവൽ എന്നാണ്. പക്ഷേ ഇവിടെ ഒരു ഹൈപ്പോത്തസിസ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹൈപ്പോത്തസിസ്, സ്പെക്കുലേഷൻ, വെദർ ദ ബിൽ വിൽ ഒബ്റ്റെയിൻ പ്രസിഡൻഷ്യൽ നോഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്. ബട്ട് ഈ എപ്പിസോഡ് ഇങ്ങനെ ഒരു അയക്കുന്നു എന്നിട്ട് തിരിച്ചയക്കുന്നു എന്ന ആ എപ്പിസോഡ് ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുവാണ്. ഗവൺമെന്റ് കുഡ് നോട്ട് ഹാവ് അവോയ്ഡഡ്, വെദർ ദ ഗവൺമെന്റ് കുഡ് നോട്ട് ഹാവ്, ഗവർണറിന് ഇത് അവോയ്ഡ് ചെയ്തുകൂടായിരുന്നോ, could not have avoided the current situation by reserving the bill for the president instead of returning to it. അന്ന് അത് പ്രസിഡന്റ് റിസർവ് ചെയ്ത് വെച്ചാൽ പോരായിരുന്നു. വൈ ആർ യു റിട്ടേണിംഗ് ഇറ്റ് ടു ദ ഗവൺമെന്റ്? ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഓൾ മാത്രമല്ല, ഇതെല്ലാം സംബന്ധിച്ച് ഈ ബില്ല് ക്ലിയർലി റിക്വയർ എന്ത്, പ്രസിഡന്റിന്റെ അക്സെപ്റ്റൻസ് വേണ്ട ഒരു ബില്ലാണിത്. ആൻഡ് നീറ്റിൽ നിന്ന് എക്സംഷൻ കൊടുക്കുന്നു. എക്സംഷൻ ഫ്രം നീറ്റ് ഈസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് സെൻട്രൽ ലോ. നമ്മൾ നീറ്റിന്റെ ഇതിൽ നിന്ന് എക്സംഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ലോയുടെ എതിരാണ്. ദാറ്റ് ഇറ്റ് മേക്സ് ഇറ്റ് മാൻഡറ്ററി ആൻഡ് ദെയർഫോർ ക്യാൻ ഓൺലി ബി സേവ്ഡ് ബൈ ദ പ്രസിഡന്റ്സ് അസെന്റ്. അപ്പം പ്രസിഡന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ സെൻട്രൽ ലോ അനുസരിച്ച് സുപ്രീം കോർട്ട് തന്നെ ബില്ലിന് പാസ് ചെയ്താൽ, അതുകൊണ്ട് തന്നെ യു കെ നോട്ട് ഗെറ്റ് എക്സംഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രസിഡൻഷ്യൽ നോഡ് കിട്ടുമെന്നൊരു ഡൗട്ട് രവിക്കുണ്ടെങ്കിൽ യു ഹാവ് ടു റിസർവ് ഇറ്റ്, അതല്ലാതെ തിരിച്ചവർക്ക് അയക്കാൻ പാടില്ലായിരുന്നു. റിഗാർഡ്ലെസ് ഓഫ് ബിൽസ് മെറിറ്റ്സ്, the governor should delay the matter no further. which താമസിപ്പിക്കരുത്. The original intent of the constitution markers was governor under article 200 ought to have no discretion save in the case of a law that undermines the position of the high court, which he is bound to reserve for the president's consideration. However, the governor's rare use of discretion to question the desirability or validity of a bill and ask for reconsideration is now a matter of
സാധാരണ ഗതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതനുസരിച്ച് നമ്മളൊരു പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് അതിന് ഒരു കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുവാണ്, കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, പ്രസിഡന്റ് അസെന്റ് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബില്ല് സേവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബില്ലിന് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട് വെച്ച ഈ ബില്ലെന്ന് പറഞ്ഞാൽ, പാസ് ചെയ്ത ബില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് മെറിറ്റുള്ള ബില്ലാണ്. പക്ഷേ ഗവർണർ അതൊരിക്കലും വെച്ച് താമസിപ്പിക്കരുത്. ഏറ്റവും ഒറിജിനൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ദാറ്റ് ഗവർണർ അണ്ടർ ദ ആർട്ടിക്കിൾ 200 അനുസരിച്ച് ഗവർണർ എന്ത് ചെയ്യണം? ought to have no discretion. ഒരു ആർട്ടിക്കിൾ 200 അനുസരിച്ച് ഡിസ്ക്രിഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. കോഷൻ ചെയ്യാൻ പാടില്ല, അല്ലേ? പാടില്ല. അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്, ഡിസ്ക്രിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതനുസരിച്ച് കോഷൻ എന്നല്ല, ജഡ്ജ്മെന്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒപ്പീനിയൻ, ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒപ്പീനിയൻ, നോ ഒപ്പീനിയൻ ഉണ്ടാവാൻ പാടില്ല. ഹി ഡോണ്ട് ഹാവ് എ ചോയ്സ്, ഹി ഹാവ് നോ ചോയ്സ് ഓർ ഒപ്പീനിയൻ ടു സേവ് ഇൻ ദ കേസ് ഓഫ് ലോ. ഒരു ലോ അണ്ടർമൈൻ ചെയ്യാണ്, ഹൈക്കോർട്ടിന്റെ പൊസിഷൻ അണ്ടർമൈൻ ചെയ്യുന്ന ഒരു ലോയെ സേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മുടെ ഗവർണർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഹീസ് സർട്ടൺ ടു റിസർവ് ഫോർ ദ പ്രസിഡന്റ്സ് കൺസിഡറേഷൻ. അവിടെ പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ ചോദിക്കണം, ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗവർണറിന്റെ റെയർ യൂസ് ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ടു ക്വസ്റ്റൻ ഹി ഈസ് യൂസിങ് ഹിസ് ജഡ്ജ്മെന്റ്, ഹിസ് ഒപ്പീനിയൻ ടു ക്വസ്റ്റൻ ദ ഡിസൈറബിലിറ്റി. ഇതിന്റെ ഡിസൈറബിലിറ്റി ഇത്ര വാലിഡിറ്റി എത്രയാണ്, ഈ ബില്ലിന്റെ വാലിഡിറ്റി എത്ര എന്നുള്ള ക്വസ്റ്റൻ ചെയ്യുന്നു പറഞ്ഞാൽ ഇറ്റ്സ് എ റെയർ തിങ്. ആൻഡ് ആസ് ഫോർ റീകൺസിഡറേഷൻ, എന്നിട്ട് ഈ ഒരു ബില്ലിനെ റീകൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസിന്റെ മാറ്റർ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് ദ ബില്ലിനെ പറ്റി ആൻഡ് റിഗാർഡിംഗ് ദ ഇതിനെ പറ്റി. ഓക്കെ, ക്ലിയർ മനസ്സിലായി കാണാൻ. ഡിസ്ക്രിഷനെ പറ്റിയാണോ വിവേചനം എന്ന് ചോദിച്ചേ? ഡിസ്ക്രിഷൻ വിവേചനമല്ല. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ജഡ്ജ്മെന്റ്, ഒപ്പീനിയൻ എന്നൊക്കെയാണ് അടുത്ത അർത്ഥം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നേ. Okay, അടുത്ത് നോക്കാം. Some parts of the governor's communication to the Legislative Assembly Speaker seem to suggest that Mr. Ravi disagrees with the basis for the bill, even though he is not wrong in highlighting a Supreme Court decision in favor of NEET. It is not generally desirable for the governor to seek to match wits with the legislation's wisdom on social inputs that inform policy. It will be useful to recall that Zakaria Commission on Central-State Relations observed that the governor should not act contrary to the advice of the Council of Ministers merely because he did not like the opinion or something like that. നോക്കാട്ടോ, അത് പറഞ്ഞു വരുന്നതാണ്. ചില പാർട്ട് ഗവർണറിന്റെ കമ്മ്യൂണിക്കേഷനിലെ ചില പാർട്ട് എന്ന് പറഞ്ഞു ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കറിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സീം ടു സജസ്റ്റ് ചെയ്ത കാര്യം ഇങ്ങനെയാണ്. രവി ഡിസഗ്രി ചെയ്യുന്നു വിത്ത് ദ ബേസ് ഓഫ് ദ ബില്ലിനോട് ഡിസഗ്രി ചെയ്യുന്നു. ഇവൻ ദോ അങ്ങേര് ഹീസ് നോട്ട് റോങ് ഇൻ ഹൈലൈറ്റിംഗ് സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ ഇൻ ഫേവർ ഓഫ് നീറ്റിന്റെ കാര്യത്തിൽ സുപ്രീം കോർട്ടിന്റെ ഡിസിഷനോടാണ് അങ്ങനെ ഫേവർ ചെയ്യുന്നത്. ഈ പറയുന്ന തമിഴ്നാടുവിന്റെ ബില്ലിനോട് അങ്ങനെ ഫേവർ ചെയ്യുന്നില്ലെന്നുള്ളത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് ജനറലി ഡിസൈറബിൾ. ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇതൊന്നും അങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാറില്ല. ഗവർണറിന് എന്ത് ചെയ്യാം, ഗവർണറിന്റെ വിറ്റ്സ്, അതിന്റെ വിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ പറയാ, ഇന്റലിജൻസ്, അതിന്റെ ഇന്റലക്ട്, അത് ഉദ്ദേശ്യം. മാച്ച് ദ വിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ടു മാച്ച് വിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധിയെ, വിസ്റ്റം വെച്ചിട്ട് എന്താ പറയാ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറില്ല. സോഷ്യൽ ഇൻപുട്ടിന്റെ രീതിയിൽ അതിനെ നോക്കാറില്ല നമ്മൾ. ഓക്കെ, കാര്യം ഇപ്പൊ പോളിസിയുടെ ഒരു ഇതിൽ വിസ്ഡം വെച്ചിട്ട് നോക്കേണ്ട കാര്യമില്ല, ലീഗൽ വിസ്ഡം വെച്ചിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇക്വേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇറ്റ് വിൽ ബി ഒരു യൂസ്ഫുൾ ആയിരിക്കും. നമ്മളൊന്ന് റീകോൾ ചെയ്ത് നോക്കുക, ഒന്ന് റീസ്റ്റേറ്റ് ചെയ്ത് നോക്കി. നമ്മുടെ സക്കറിയ കമ്മീഷനെ നോക്കുക, സക്കറിയ കമ്മീഷൻ ഒന്ന് റീകോൾ ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കിയോണം. എന്താണ് ഈ സക്കറിയ കമ്മീഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവേ. സോ യു ഹാവ് ടു മേക്ക് ഷുവർ വാട്ട് ഇസ് സക്കറിയ കമ്മീഷൻ എന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ സക്കറിയ കമ്മീഷൻ നോക്കുക, അതിൽ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനെ പറ്റിയാണ് പറയുന്നത്, സക്കറിയ കമ്മീഷനിൽ പറയുന്നത്. അതൊന്ന് റീകോൾ ചെയ്താൽ നല്ലതായിരിക്കും. അതായത് അതിലെന്താ പറയുന്നത്, ഗവർണർ ഷുഡ് നോട്ട് ആക്ട് കോൺട്രറി, ഗവർണർ ഒരിക്കലും കോൺട്രറി ആയിട്ട് വിരുദ്ധമായിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല. ടു ദി അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൗൺസിലിന്റെ വിരുദ്ധമായിട്ട് ഒരിക്കലും ഗവർണർ ആക്ട് ചെയ്യാൻ പാടില്ല. മിയർലി ബിക്കോസ് മീൻസ് ജസ്റ്റ് ബിക്കോസ് ഹി ഡോണ്ട് ലൈക്ക് ഇറ്റ്, അതെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് മിനിസ്റ്റേഴ്സ് പറയുന്നത് ഞാൻ അഭിപ്രായത്തോട് എതിർക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതാണ് സക്കറിയ കമ്മീഷൻ പറയുന്നത്, അല്ലേ? പോളിസി എംബോർഡ് ഇൻ ദ ബിൽ, ജസ്റ്റ് ബിക്കോസ് ആ പോളിസി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ജസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, ദാറ്റ്സ് ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല. ദ അറ്റൻഷൻ വിൽ നൗ ബി ഓൺ വെദർ ദ നീറ്റ് എക്സംഷൻ ബിൽ വിൽ പാസ് മസ്റ്റർ. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, നമുക്ക് ഈ അസംബ്ലിയിൽ അല്ലെ ഇതൊന്ന് അസംബ്ലിയിൽ ഇത് പാസ്സാവോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ട്. For one thing, the exemption may not be a solution for the problem of government school students not making it to MBBS courses in sufficient numbers.
The situation prior to the introduction of NEET was no better. However, the issue of the NEET being a barrier to access is genuine. There is no doubt that mandatory nature of NEET on a pan-India basis undermines the role of state governments in medical education. As the main deliverers of public health, the state cannot be denied a say in who joins medical courses in government colleges. പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, ഈ ബില്ല് തമിഴ്നാട് പാസ് ചെയ്ത ഈ ബില്ല് എന്താണ് അസംബ്ലിയിൽ പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഡൗട്ടാണ്, നമുക്കറിയത്തില്ല. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ അറ്റൻഷൻ. നമ്മുടെ ഒരു കാര്യം ഉറപ്പാണ്, എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇത് എക്സെപ്റ്റ് ചെയ്ത് നമ്മളെ ഇമ്പ്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ഒന്നുമല്ല. ഗവൺമെന്റ് സ്കൂൾ സ്റ്റുഡൻസിന് ഒരു സൊല്യൂഷൻ അല്ല. ഗവൺമെന്റ് സ്കൂൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ നോട്ട് മേക്കിംഗ് ഇൻ ടു MBBS കോഴ്സസ്, അത്യാവശ്യം നമ്പറിൽ അവർ MBBS കോഴ്സിലോട്ട് കയറുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായിട്ട് ഈ പറയുന്ന അവർക്ക് ഇമ്പ്യൂണിറ്റി കൊടുക്കുക, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഗുണമൊന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ സിറ്റുവേഷൻ പ്രയർ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് നീറ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യത്തിലും ഒരു വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടതിൽ വലിയ മെച്ചം ഉണ്ടായിരുന്നില്ല. നീറ്റിന് മുമ്പുള്ള കാര്യത്തിൽ ഒരു മെച്ചമില്ലായിരുന്നു. ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ വളരെ കുറവായിട്ടാണ് MBBS കോഴ്സുകൾ ചേർന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും കോഴ്സ് ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ? എന്നിരുന്നാലും അവിടെ ഒരു ഇതുണ്ട്, അവിടെ ഒരു പോസ് വരുന്നു. ആൻഡ് പക്ഷേ ഓക്കെ എന്താണ്, എന്നിരുന്നാലും ഇഷ്യൂ ഓഫ് നീറ്റ് ഒരു ഇസ് ബീങ് എ ബാരിയർ, അതൊരു ബാരിയർ ആയിട്ട് നിലകൊള്ളുവാണ് ഇപ്പോൾ. ഇറ്റ്സ് ലൈക്ക് എൻ ഒബ്സ്ട്രക്ഷൻ, ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ള പറയുന്നത്. ഒബ്സ്ട്രക്ഷൻ ടു ആക്സസ് കിട്ടാൻ ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നീറ്റ് നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഇവിടെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. മാൻഡറ്ററി നേച്ചർ ഓഫ് നീറ്റിന്റെ ഈ പറഞ്ഞ കമ്പൽസീവ് നേച്ചർ എന്ന് പറയുന്ന നിർബന്ധമായിട്ടും നീറ്റ് വേണം ഓൺ എ പാൻ ഇന്ത്യ ബേസിസ്. അതായത് പാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓൾ എന്നാണ് അർത്ഥം, ഓൾ ഇന്ത്യ ബേസിസ് കേട്ടോ. ഓൾ ഇന്ത്യ ബേസിസിലുള്ള ഈ ഒരു നീറ്റിന്റെ നേച്ചർ, മാൻഡറ്ററി നേച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദാറ്റ് അണ്ടർമൈൻസ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ റോളിനെ അണ്ടർമൈൻ ചെയ്യുകയാണ്, റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോളിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന നീറ്റിന്റെ മാൻഡേറ്ററി നേച്ചർ ചെയ്യുന്നതെന്നാണ് ഓതർ പറയുന്നത്. സോ ആസ് മെയിൻ ഡെലിവറേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഏറ്റവും മെയിൻ ഡെലിവറേഴ്സ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് അല്ലേ. ഓരോ സ്റ്റേറ്റിനും പബ്ലിക് ഹെൽത്തിന് നോക്കുന്ന സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റിന് ഇങ്ങനെ ഒരു സേ ഇല്ല. മെഡിക്കൽ കോഴ്സിൽ ഗവൺമെന്റ് കോളേജിലെ മെഡിക്കൽ കോഴ്സുകൾ ആര് ജോയിൻ ചെയ്യണം എന്ന് പറയുന്നതിൽ സ്റ്റേറ്റിനൊരു സേ ഇല്ല എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഗുഡ് അല്ലേ. അതാണ്, അങ്ങനെ ഡിനേ ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് അനാലിറ്റിക്കൽ പീസ്, ഇതൊരു അനാലിറ്റിക്കൽ പീസായിട്ട് പറയുന്നു. വളരെ കറക്റ്റായിട്ട് അനാലിറ്റിക്കൽ ടോണിൽ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് കേട്ടോ ഇന്നത്തെ ആർട്ടിക്കിൾ. ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എവിടെയാണ് ലോയെ പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ആ ലോയുടെ എക്സിക്യൂഷനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഇസ് അതിന്റെ ഫോൾട്ട് എന്താണെന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ. അണ്ടർമൈൻ ചെയ്യാൻ റെസ്ട്രിക്ട് ചെയ്യാം കേട്ടോ, മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് നേരെ പോകാം. എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് നേരെ പോയാലോ നമ്മുടെ സ്പോട്ട് ദ റെക് ക്വസ്റ്റനിലോട്ട് പോകാം. ദിസ് ഇസ് ദ സ്പോട്ട് ദ റെക് ക്വസ്റ്റൻ ഫോർ യു ടുഡേ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ആൻഡ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റൻ. ഇതാണ് ക്വസ്റ്റൻ. ദ കോൺഗ്രസ് ഇസ് അക്യൂസ്ഡ് ഫോർ പ്ലേയിങ് കാസ്റ്റ് പൊളിറ്റിക്സ് ബൈ പ്രൊമോട്ടിംഗ് എ ദളിത് ആൻഡ് ഇറ്റ് ഇസ് നോട്ടബിൾ ദ റൊട്ടേഷൻ of power among the dominant judge six for decades rarely caused such concerns. Okay, അത് നോക്കുക. എന്താ കവറ്റ്? കവറ്റ് വേർബ് ആണ്, നൗൺ അല്ലാട്ടോ. അത് വീണ്ടും പറയുന്നു. യെസ്, അതാണ് ഡൗട്ട്. പറഞ്ഞേ ഇവിടുത്തെ V1 ഇവിടുത്തെ ഇത് പറഞ്ഞേ. പറയൂ. എറർ എന്താണെന്ന് പറഞ്ഞോ. സിമ്പിൾ എററാണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും വരാറുള്ള എക്സാമിന് വരാറുള്ള എററാണിത്. കവറ്റ് എന്ന വെർബിന്റെ ഡൗട്ടാണ് ചോദിച്ചേ. കവറ്റ് എന്ന വെർബിന്റെ ഡൗട്ടാണ്. കവറ്റഡ് തന്നെയാണ്. V1 V2 V3 കവറ്റഡ് തന്നെയാണ്. ഓക്കെ, യാ. എന്താ അക്യൂസ്ഡ് ഫോർ ആണോ? അല്ല, ഇറ്റ്സ് അക്യൂസ്ഡ് ഓഫ് ആണ്. മറന്നു പോരുതേ, അക്യൂസ്ഡ് ഓഫ് ആണ്.
നോക്കണേ, അക്യൂസ്ഡ്, ഗിൽറ്റി. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എപ്പോഴും വരുന്ന എന്തായിരിക്കണം? ഓഫ് ആയിരിക്കണം. ഇതേ മീനിങ്ങിലുള്ള വേറൊരു സംഭവം ഉണ്ട്. എന്താ? ചാർജ്ഡ്. ഓക്കെ, ചാർജ്ഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന എപ്പോഴും എന്തായിരിക്കും? ചാർജിൻ്റെ കൂടെ വരുന്ന എന്തായിരിക്കും? ഓർത്ത് വെച്ചോ, ചാർജ് വിത്ത്. കേട്ടോ, ചാർജ് വിത്ത്, അക്യൂസ്ഡ് ഓഫ്, ഗിൽറ്റി ഓഫ്. ഓക്കെ, ക്ലിയർ? Yes, that is clear. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The quality of football in the final was largely dire and is marked by incessant fouling. The quality of football in the final was largely dire and is marked by incessant fouling. എന്താണ് ഈ ക്വസ്റ്റ്യനിലെ എറർ എന്ന് പറയാവോ? ഓക്കെ, എന്താണ് ഈ ക്വസ്റ്റ്യനിലെ എറർ എന്ന് പറയാവോ കേട്ടോ? ഓക്കെ, ഒന്ന് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് എവരി വൺ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ആൻസർ എനിക്ക് നിങ്ങൾ നമ്മുടെ കോമെന്റ് സെക്ഷനിൽ തരിക. ഇനിയും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻവോൾവ്മെന്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, covet വെച്ച verb. I covet one of those bags. I covet one of those footwear എന്നൊക്കെ പറയാം. I covet one of those bags, bottles. എന്തും എനിക്ക് I desire, I love, I want it. I covet a dream job. I covet a job, a government job. അതൊക്കെ പറയാം, covet. ഓക്കെ, ഷീ കവറ്റ്സ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈവിലുള്ളവർക്കും റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. ഐ ഗിവ് യു ദ ആൻസേഴ്സ്. അതുപോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് നമ്മൾ ഷെയർ പറയാൻ മറക്കണ്ടല്ലോ. എല്ലാവരോടും എത്തിക്കുക, മറ്റുള്ള ആസ്പിറൻസിലോട്ട് എത്തിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരൊന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ada247.com ആണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ada247 എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ക്വിസസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മളൊരു പുതിയൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ബാച്ച്. നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് 25 മോക്ക് ടെസ്റ്റ് ഉള്ള ഒരെണ്ണം നമ്മൾ അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റോറിൽ, ടെസ്റ്റ് സീരീസ്. പക്ഷേ ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എക്സാമിൻ്റെ അവസാന ദിവസങ്ങളായി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ആകെയുള്ള ദിവസങ്ങളിൽ 15 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ട്. അതായത് നമ്മൾ ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരും, അയച്ചു തരും. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും. 10 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് 10 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് തരും? നമ്മൾ ഓപ്പൺ ആക്കി അതിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ക്ലാസ്സുകൾ വിത്ത് എന്തുകൊണ്ട് ഈ ആൻസർ വന്നു, എന്തുകൊണ്ട് ഇത് വന്നില്ല, എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ജോയിൻ തുടങ്ങുന്നുണ്ട്. ആപ്പിൽ അവൈലബിൾ ആണ്, സ്റ്റോറിൽ അവൈലബിൾ. ഒന്ന് പോയി നോക്കാം കേട്ടോ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Stay safe, healthy, and see you in next class. അപ്പം നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ കാണാം 9 o'clock. Bye bye. Take care.